ഇന്നത്തെ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഇന്നത്തെ വെബിനാറിന്റെ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവർക്കും പരിചയം ഉണ്ടാവും. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ AI മാർക്കറ്റിങ്ങും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. കാരണം നമ്മുടെ നെക്സസിന്റെ ചരിത്രം ഇപ്പൊ എല്ലാവരോടും പറയേണ്ട കാര്യമില്ല. കാരണം കുറെ കാലമായിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളാണ് പലരും. 13 വർഷമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ തുടരുന്ന ആളുകളുണ്ട്. വാട്സപ്പ് കണ്ടുപിടിച്ച കാലം മുതൽ തന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആഹ് അല്ല കൂടുതലൊരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. കാരണം നമ്മുടെ വീഡിയോസ് ഒക്കെ കുറെ പേര് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പുതിയ പ്രൊജക്ടുകളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ബേസിക്കലി നെക്സസ് എന്ന് പറയുന്ന കമ്പനി എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഫേം ആണ്. 2013 നമ്മൾ സ്ഥാപിച്ചത് മുതൽ സോഫ്റ്റ്വെയർ ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പലർക്കും അറിയാം, നമ്മൾ അക്ഷയ സെന്ററുകളിലും അതുപോലെ തന്നെ ഓൺലൈൻ CSC കേന്ദ്രങ്ങളിലും ഒക്കെ നമ്മുടെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ആണ് നമ്മൾ മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ബന്ധപ്പെട്ട പാൻ സർവീസ്, അതുപോലെ ബാങ്കിങ് സർവീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സോഫ്റ്റ്വെയറും കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ഒരു 10-12 വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇപ്പൊ നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ഈ ഒരു മേഖലയിൽ വന്നിട്ടുണ്ട്. അതായത് ഓൺലൈനിന്റെ മേഖലയിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടാവും. നിങ്ങളൊക്കെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. യൂട്യൂബ് ചാനലുകളിലായാലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ റീൽസുകളിലായാലും ഒക്കെ നിറഞ്ഞ് കളിക്കുന്നത് എന്താണ്? AI ആണ്. AI ജനറേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, AI ജനറേറ്റഡ് ആയിട്ടുള്ള ഇമേജസ്, അതുപോലെ AIന്റെ സ്റ്റോറികൾ, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള സ്റ്റോറികൾ, ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് വീഡിയോകളും അതുപോലെ തന്നെ ഇമേജുകളും ആണ് ഒരു ദിവസം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നത്. അപ്പൊ AI മൂലം ഈ കാരണങ്ങളൊക്കെ ഉണ്ടാക്കാം എന്നുള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അതായത് ഇമേജ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ വീഡിയോ ഉണ്ടാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മളിപ്പോ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഈ ഒരു ബിസിനസ്സിൽ ഈ ഒരു AIന്റെ ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വെബിനാറിന്റെ ഒരു ലക്ഷ്യമായിട്ട് പറയാനുള്ളത്. അപ്പോ ആദ്യം തന്നെ AI എന്താണ്? AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതിന്റെ ഫുൾ ഫോം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ AI ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാം. അത് ബിസിനസ്സിലേക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളെ ഈ ഒരു സെഷന്റെ ലക്ഷ്യമായിട്ടുള്ളത്. അപ്പോൾ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമ്മളൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ മാർക്കറ്റിംഗിൽ നമ്മുടെ പ്രോഡക്റ്റ് എന്തായാലും, അതിപ്പോൾ ഓൺലൈൻ സർവീസ് കേന്ദ്രം ആയിക്കോട്ടെ, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് ഇതിനകത്ത് ജോയിൻ ചെയ്തതിൽ. അതുപോലെ ജ്വല്ലറി ബിസിനസ് ചെയ്ത ആളുകളുണ്ട്. പിന്നെ പ്രവാസിയായിട്ട് ഇനി പുതുതായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്ത് സ്ഥാപനം നമ്മൾ തുടങ്ങിയാലും, ഞാനിപ്പോ ഏകദേശം 24 വർഷത്തോളമായി ഈ ബിസിനസ്സിൽ. അപ്പോൾ ഇനീഷ്യലി ഞാൻ ആരംഭിച്ചത് ഒരു കമ്പ്യൂട്ടർ സെന്റർ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2001, 2002, 2003 കാലഘട്ടത്തിലൊക്കെ കമ്പ്യൂട്ടർ സെന്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ബൂമുള്ള ഒരു സമയമായിരുന്നു. അപ്പം അതില് നമുക്ക് വെക്കേഷൻ ടൈം ആയി കഴിഞ്ഞാൽ നമുക്കൊക്കെ ചാകരയായിരുന്നു. അപ്പൊ അതില് കമ്പ്യൂട്ടർ സെന്റർ നടത്തുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരൊന്ന് മെൻഷൻ ചെയ്യുക ചാറ്റില്. അപ്പൊ വളരെ ചാകരയുള്ള ഒരു സമയമായിരുന്നു അത്. പിന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തില് കമ്പ്യൂട്ടറും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠന പദ്ധതി വന്നതോടുകൂടി ഈ ഒരു ബിസിനസ് അസ്തമിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നു. അപ്പൊ ഏകദേശം ഒരു 2005, 2006 കാലഘട്ടങ്ങളൊക്കെ അതിന്റെ ഒരു കമ്പ്യൂട്ടർ സെന്ററിന്റെ മരണമണി മുഴങ്ങിയ ഒരു സമയമാണ്. കാരണം ഏത് ബിസിനസ്സിനും ഒരു എൻഡ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട്. ആ സാച്ചുറേഷൻ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ആ ബിസിനസ് അവിടെ അവസാനിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് STD ബൂത്തുകൾ. പല മോട്ടിവേഷൻ സ്പീക്കേഴ്സും പറഞ്ഞു പറഞ്ഞു തഴമ്പിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ഇപ്പൊ കൊഡാക്കിന്റെ കഥയായാലും നോക്കിയയുടെ കഥയായാലും ഒക്കെ ഒരുപാട് ആളുകൾ പറയുന്നതാണ്. അപ്പൊ അതിലേക്ക് ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോ STD ബൂത്ത് ഒരു സിമ്പൽ ആണ്. അതായത് ആ ഒരു ബിസിനസിന്റെ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ബിസിനസ് അവസാനിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. അപ്പോ അടുത്തൊരു ബിസിനസ്സിലേക്ക് അവർ മാറുക എന്നുള്ളതിനെ പറ്റി നിർബന്ധമായി. പക്ഷെ പല ആളുകളും ഇത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ബിസിനസ് മൊബൈൽ ഷോപ്പിലേക്കും അതുപോലെ തന്നെ സിം ബേസ്ഡ് ആയിട്ടുള്ള സിം സെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ മാറി. അപ്പൊ അതേപോലെ ഈ മാർക്കറ്റിൽ ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഓൺലൈൻ സർവീസ് സെന്റർ നടത്തുന്ന ആളുകളുണ്ട്.
ഇപ്പൊ ഓൺലൈൻ സർവീസ് സെന്ററിന്റെ കാലഘട്ടം ഏകദേശം അസ്തമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അക്ഷയ സെന്റർ ആയാലും അതുപോലെ തന്നെ CSC സെന്റർ ആയാലും അതിന്റെ ഒരു കാലഘട്ടം അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം എല്ലാവർക്കും മൊബൈലിൽ കൂടെ തന്നെ എല്ലാ ആപ്ലിക്കേഷനും ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ ഗവൺമെന്റ് എല്ലാ പദ്ധതികളും പ്ലാൻ ചെയ്ത് കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ വരുന്ന ആളുകളുടെ എണ്ണം കുറയുന്നു. ഇപ്പൊ അക്ഷയയിൽ തന്നെ ആയാലും നമുക്ക് ഏകദേശം ഒരു ആധാർ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ റേഷൻ കാർഡുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ബെനിഫിറ്റ് വരുന്നുള്ളൂ. അതും അതിന്റെ ഒരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തി എന്ന് വേണം പറയാൻ. കാരണം എല്ലാവരെയും എന്ത് ചെയ്യാ, കമ്പ്യൂട്ടറിനെ പറ്റി അറിവുള്ളവരാക്കുക എന്നുള്ളതായിരുന്നു അക്ഷയ കേന്ദ്രങ്ങളുടെ ഒക്കെ ലക്ഷ്യം. അത് പൂർത്തീകരിച്ചു. അപ്പൊ ഇനി അടുത്ത ലെവലിലേക്ക് എന്ത് ചെയ്യണം, ബിസിനസ് മാറണം. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ബിസിനസ്സിലും ഇങ്ങനെ ചേഞ്ചസ് ഉണ്ട്. ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പൊ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പൊ AI ആണ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ വളരെ എളുപ്പമായിട്ട് തന്നെ AI ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന അവസരത്തിലേക്ക് ഇപ്പൊ എത്തിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഒരുപാട് ട്രാവൽ ഏജൻസ് ഓൺലൈൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓൺലൈൻ ട്രാവൽ ഏജൻസി ഇപ്പൊ മേക്ക് മൈ ട്രിപ്പ് ഒക്കെ നോക്കി അറിയാം. ഞാനൊക്കെ സ്ഥിരമായിട്ട് മേക്ക് മൈ ട്രിപ്പ് ഉപയോഗിക്കുന്ന ആളാണ്. എനിക്ക് അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള ലോഗിനും ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ട്രാവൽ ഏജൻസി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഒരു ജീവിത മേഖലയായിരുന്നു. അപ്പൊ അവരും എന്തായി, ഇപ്പൊ ചേഞ്ചസ്, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പാക്കേജുകളാണ്, ട്രാവൽ പാക്കേജുകളിലേക്ക് അവരൊക്കെ മാറി. ഇപ്പൊ ട്രാവൽ പാക്കേജിലും ഒരുപാട് കോമ്പറ്റീഷൻ വന്നു. ഇനി സ്റ്റുഡിയോ മേഖലകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോ മേഖല ഒരുവിധം ഒക്കെ അവസാനിച്ച് കഴിഞ്ഞു. കാരണം എല്ലാവരുടെ ഫോണിലും സ്റ്റുഡിയോയിലെ ക്യാമറേനെ വെല്ലുന്ന ക്യാമറകളൊക്കെ വന്നു തുടങ്ങി. അതുപോലെ തന്നെ എഡിറ്റിങ്ങിന് ഇപ്പം എന്ത് വന്നു, AI വന്നു. അതുകൊണ്ട് ഗ്രാഫിക്കൽ ഡിസൈനർമാരുടെ പണിയും പോയി. അപ്പൊ ആ രീതിയിൽ ഒരു മാറ്റങ്ങളൊക്കെ എല്ലാ ഫീൽഡിലും വരും. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് അവതാളത്തിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു മാറ്റം, ഈ AI എന്നൊരു മാറ്റം നമ്മൾ പുറംതിരിഞ്ഞ് നിന്നിട്ട് ഒരു കാര്യമില്ല. അത് വെച്ച് നമ്മളുടെ ബിസിനസ് എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ കഴിഞ്ഞൊരു 5-6 മാസമായിട്ട് ഞാൻ ഒരുപാട് നിരീക്ഷണത്തിലായിരുന്നു. പല കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് നോക്കി, പല AI പ്ലാറ്റ്ഫോമുകളിൽ പോയി നോക്കി. അപ്പൊ ഇനീഷ്യലായിട്ട് ഏകദേശം ഒരു വർഷമായിട്ടുള്ളൂ ഇപ്പൊ AI കുറച്ച് സ്ട്രോങ് ആയിട്ട്. പക്ഷെ ഈ റീസെന്റ് ആയിട്ട് 5-6 മാസം കൊണ്ട് വളരെ വലിയൊരു ബൂമിംഗ് ആണ് AI എന്നുള്ള മേഖലയിൽ വന്നിരിക്കുന്നത്. കാരണം ഗൂഗിളിന്റെ VO3 വന്നു. അതേപോലെ തന്നെ ഒരുപാട് ചൈനീസ് കമ്പനികൾ ഈ മേഖലയിലേക്ക് വന്നു. ChatGPT വളരെ സ്ട്രോങ് ആയി. സോറ എന്ന പ്ലാറ്റ്ഫോമിൽ അതിന്റെ ഇമേജ് ജനറേഷൻ വളരെ സ്ട്രോങ് ആയി. ഇങ്ങനെയുള്ള ഒട്ടനവധി പ്ലാറ്റ്ഫോമുകൾ ഇപ്പൊ മത്സരിച്ചുകൊണ്ട് നമ്മുടെ രംഗത്തേക്ക് വരുന്നതോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഈ ഒരു മേഖലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ ആളുകളുടെ തൊഴിൽ പോയി എന്നുള്ളതും നമുക്ക് മറക്കാതിരിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും കൂടുതൽ പവർഫുള്ളായി ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ട് ആളുകളെ പണിക്ക് വെക്കുന്നത് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മുടെ ഒരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ ചെയ്യാൻ പറ്റും. ഒരു ഇമെയിൽ നമുക്ക് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലോ, ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യണമെങ്കിലോ, ലെറ്റർ പാഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലോ, ഒരു അഡ്വർടൈസ്മെന്റ് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിലോ, ഒരു അഡ്വർടൈസ്മെന്റ് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിലോ ഒന്നിനും ഇപ്പൊ നമുക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല. നമ്മൾ ആകെ അറിയേണ്ട ഒരു കാര്യം പ്രോംപ്റ്റിംഗ് ആണ്. AI എന്ത് കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആവണമെങ്കിൽ പ്രോംപ്റ്റിംഗ് പഠിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഈ പ്രോംപ്റ്റ് ചെയ്യുന്നതിലൂടെയാണ് ഓരോരോ വീഡിയോസ് ആയാലും ഇമേജസ് ആയാലും ജനറേറ്റ് ആവുന്നത്. അപ്പോൾ ഈ പ്രോംപ്റ്റിംഗ് കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് അത് നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത് വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ നമ്മൾ പറയുന്നത് നിങ്ങൾ കോഡിംഗ് ഒക്കെ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളാണെന്നൊന്നും വിചാരിക്കേണ്ട. കാരണം പലരും നമ്മുടെ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത പലരും ഇത് ചെയ്തു നോക്കിയിട്ടുണ്ടാവും, ഓൾറെഡി ചെയ്തു നോക്കിയിട്ടുണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ChatGPT ഉണ്ട്, ജെമൈനി ഉണ്ട്, ഒരുപാട്. അതുപോലെ തന്നെ ഗ്രോക്ക്, ഇപ്പം എലോൺ മസ്കിന്റെ ഗ്രോക്ക്, അതാണ് ഇപ്പം ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യനെ പോലെ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു AI പ്ലാറ്റ്ഫോം എന്ന് പറയുന്നു. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. കോമിക് ആയിട്ടൊക്കെയാണ് നമുക്ക് ആൻസർ തരുന്നത്. അതായത് എലോൺ മസ്കിന്റെ ഒരു സ്വഭാവം പോലെ തന്നെയാണ് നമുക്ക് അതിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. കാരണം എലോൺ മസ്കിനെ കോപ്പി ചെയ്ത പോലെയാണ് ഗ്രോക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. അങ്ങനെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് വെച്ച് നമ്മൾ നമ്മുടെ ബിസിനസിനെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇനി എങ്ങനെ നമുക്ക് ഈ AI ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അല്ലെ? നമ്മൾ പോസ്റ്റർ ഒട്ടിച്ച് പരസ്യം പിടിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അതുപോലെ ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് കൊടുത്ത ഒരു കാലം ഉണ്ടായിരുന്നു. ട്രഡീഷണൽ മാർക്കറ്റിംഗിന്റെ ഭാഗമാണ്. ഏകദേശം ഒരു 10 വർഷമൊക്കെ മുമ്പ്, ഒരു 10 വർഷം അല്ല, ഒരു 6 വർഷം മുമ്പ് എല്ലാവരും ഈ പോസ്റ്റർ ഒട്ടിക്കലും അതുപോലെ തന്നെ ഫ്ലക്സ് ഒട്ടിക്കലും അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിന്റെ കൂടെ അഡ്വർടൈസ്മെന്റ് ഇടലും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട്, ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഞാനും ചെയ്തിട്ടുണ്ടാവും, നിങ്ങളും ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ നോട്ടീസ്, നമ്മുടെ ഇപ്പൊ കമ്പ്യൂട്ടർ സെന്റർ ആണെങ്കിൽ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനെ പറ്റിയുള്ള നോട്ടീസുകളൊക്കെ വിതരണം ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു.
പക്ഷെ ഈ കൊറോണ നമ്മുടെ എല്ലാവരുടെയും ഒരു ബിസിനസിന്റെ സ്ട്രാറ്റജി മാറ്റിക്കളഞ്ഞു. കാരണം അന്ന് വീട്ടിലിരിക്കുന്ന 90 വയസ്സായ അപ്പൂപ്പൻ വരെ എന്ത് പഠിച്ചു? ഈ മൊബൈൽ ഉപയോഗിക്കാൻ പഠിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. കേരളത്തിലാണ് ഏറ്റവും ഭയങ്കര റവല്യൂഷണറി ചേഞ്ചസ് ഉണ്ടായിരിക്കുന്നത്. ജിയോയുടെ വരവ് ഒന്ന്. അതിനുശേഷം ജിയോ ഫ്രീ ആയിട്ട് സിം തന്നു, നെറ്റ് തന്നു. അതോടുകൂടി നമ്മൾ യൂട്യൂബുകളൊക്കെ നല്ലപോലെ കാണാൻ തുടങ്ങി. അതിനിടയിൽ നമുക്ക് കൊറോണ പോലെയുള്ള നല്ലൊരു എന്താ ലീവ് കിട്ടി, അല്ലെ? അത് കുറെ ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിലും പലരും അത് കാരണം ബുദ്ധിമുട്ടായി ബിസിനസ് തകർന്ന ആളുകളുണ്ട്, അവരെ മറക്കുന്നില്ല. എന്നിരുന്നാലും ഒരുപാട് ലീവ് കിട്ടി. എല്ലാവരും വീട്ടിലിരുന്ന് പഠിക്കാനും വീട്ടിലിരുന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനും ഒക്കെ തുടങ്ങി. ഇപ്പൊ സൂം എന്നൊരു പ്ലാറ്റ്ഫോം ഞാനിപ്പോ ഇന്ന് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ആർക്കും സംശയമില്ലാണ്ട് ലോഗിൻ ചെയ്യാൻ പറ്റി. എന്തുകൊണ്ടാ? നിങ്ങൾ ഒരുപാട് സൂമിന്റെ പ്ലാറ്റ്ഫോമിൽ വീഡിയോ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തത് കൊണ്ട് നിങ്ങൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ജനതയാണ് ഇപ്പൊ കേരളത്തിലുള്ളത്. അപ്പോ ഈ ഒരു ട്രഡീഷണൽ മാർക്കറ്റിങ്ങിന് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ അവയർനെസ് കൊടുക്കണേ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അതായത് നോട്ടീസ് പ്രിന്റ് ചെയ്യാനുള്ള എക്സ്പെൻസ്, അത് പേപ്പറിൽ ഇടണമെങ്കിൽ 50 പൈസ മുതൽ 1 രൂപ വരെയൊക്കെ അവർ വാങ്ങിച്ചിരുന്നു. അപ്പോ ആ നോട്ടീസ് പോയിട്ട് അത് കണ്ടിട്ട് ആളുകൾ എന്ത് ചെയ്യും? തിരിച്ചു വിളിക്കും. ഇപ്പൊ ഒരു സ്റ്റുഡിയോന്റെ പരസ്യം ആയിക്കോട്ടെ, ഒരു ജ്വല്ലറിന്റെ പരസ്യം ആയിക്കോട്ടെ, ഇനി ഓൺലൈൻ സർവീസിന്റെ പരസ്യം ആയിക്കോട്ടെ, എന്തിന്റെ ആയാലും അവർ തിരിച്ചു വിളിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇവരുടെ ഈ ലീഡ് കിട്ടുന്നത്. ഈ ലീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കസ്റ്റമറുടെ ഡീറ്റെയിൽസ്. ആ ഡീറ്റെയിൽസ് നമ്മുടെ ബിസിനസിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആ കസ്റ്റമറുടെ ഡീറ്റെയിൽ നമുക്ക് കിട്ടുന്നത് ഇവര് എന്താണ് ഈ ഫോൺ വിളിക്കുമ്പോഴാണ്. ഇപ്പൊ നമ്മളൊരു നോട്ടീസ് ഇട്ടിട്ട് ആ വീട്ടിൽ നിന്ന് പേപ്പർ ആരും നോക്കിയിട്ടില്ലെങ്കിൽ ആ നോട്ടീസ് വെറുതെയായി, അല്ലെ? നമുക്ക് ഒരുപാട് വേസ്റ്റേജും വരും. അങ്ങനെ ലീഡ് നമുക്ക് കളക്ട് ചെയ്യാൻ പിന്നെ അടുത്ത മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വിസിറ്റിംഗ് കാർഡ് കൊടുക്കലായിരുന്നു. ഇപ്പോഴൊക്കെ വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്നത് വളരെ റെയറാ, അല്ലെ? ആരും വിസിറ്റിംഗ് കാർഡ് ഒന്നും പോക്കറ്റിൽ വെച്ച് നടക്കാറില്ല. ഇപ്പൊ അധികം ഞാൻ കാണുന്നത് LIC ഏജൻസ്, അങ്ങനെയുള്ള ആ ലോണിന്റെ ഏജൻസ്, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഒരു ലീഡ് ക്യാപ്ചറിന് വിസിറ്റിംഗ് കാർഡ്സും അങ്ങനത്തെ കാര്യങ്ങൾ നോട്ട്ബുക്ക് ഒക്കെ വെച്ച് എഴുതി പേപ്പറിൽ എഴുതി വെക്കുന്നത്, കാര്യങ്ങളും മൊബൈലിൽ സേവ് ചെയ്ത് വെക്കുന്നതും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് കാലതാമസം എടുക്കും. അതുപോലെ ഒരു കസ്റ്റമർ ഇപ്പൊ ഒരു ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു കസ്റ്റമർ ഇൻഷുറൻസ് എടുത്തു. അടുത്ത വർഷം ഇതേ സമയത്ത് ഇൻഷുറൻസ് അയാൾക്ക് പുതുക്കണം. ആ സമയത്ത് അയാളെ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അത് മറന്നു പോയിട്ടുണ്ടാവും, അല്ലെ? നമ്മളൊക്കെ മാനുവൽ ആയിട്ടാണ് ചെയ്യുന്നത്. സെയിൽസിന്റെ കൺവേർഷൻ കുറവാണ്. ഒരു കസ്റ്റമറെ ഡീറ്റൻഷൻ ചെയ്ത് നിലനിർത്താൻ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ നമ്മൾ കൊറോണയ്ക്ക് മുമ്പ് ഫേസ് ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങളാണ്. എന്നാൽ കൊറോണയൊക്കെ വന്നതോടുകൂടി തന്നെ ആളുകൾ കൂടുതലായിട്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ മറ്റ് ഗൂഗിൾ ആപ്ലിക്കേഷൻസ്, യൂട്യൂബ്, ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഒരുപാട് വർദ്ധിച്ചു. അതോടുകൂടിയാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു സ്കോപ്പ് ഉണ്ടായത്. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ഓൺലൈൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. ഇപ്പൊ ഒരു ബിസിനസ്സിന് ഇത്രയും കാര്യങ്ങൾ ഇല്ലാണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ സ്ഥാപനത്തില് ഈ കാര്യങ്ങളെല്ലാം ഉള്ള ആളുകൾ ഒന്ന് യെസ് എന്ന് കമന്റ് ചെയ്താൽ നന്നായിരിക്കും. ഫേസ്ബുക്ക് പേജ്, നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരിൽ ഒരു ഫേസ്ബുക്ക് പേജ്, അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ പേജ്, അതുപോലെ ഗൂഗിൾ ബിസിനസ് പലർക്കും അറിയുണ്ടാവില്ല. ഗൂഗിൾ ബിസിനസ് എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഉണ്ട്, ഗൂഗിളിന്റെ തന്നെ. അങ്ങനെ ചെയ്യുന്ന ആളുകൾ, ഒരാൾ യെസ് പറഞ്ഞിട്ടുണ്ട്, അയാൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോ ഗൂഗിൾ ബിസിനസ് എന്ന് പറയുന്ന ആ ഗൂഗിൾ ബിസിനസ്സിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽസ്, ലൊക്കേഷൻ, നമ്മുടെ കുറെ ഫ്ലയേഴ്സ്, ചെറിയ ഷോർട്ട് വീഡിയോസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ബിസിനസിന്റെ SEO, അതായത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് അത് ഒരു ഓർഗാനിക് SEO ആയിട്ട് തന്നെ കയറി വരും. അതുപോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതിനും നമ്മുടെ ഫോൺ നമ്പർ കിട്ടുന്നതിനും നമ്മുടെ വെബ്സൈറ്റ് സെർച്ച് ചെയ്യുന്നതിനും ഒക്കെ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായിരിക്കും. ഇപ്പൊ ഒരു ബ്യൂട്ടി ക്ലിനിക് ആണെങ്കിൽ ആ ബ്യൂട്ടി ക്ലിനിക്ക് ഇഷ്ടംപോലെ നാട്ടിലുണ്ടാവും. അപ്പൊ നമ്മളത് ഗൂഗിൾ ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ അതിനൊരു പ്രയോറിറ്റി എന്തായിരിക്കും? ഗൂഗിൾ ഏത് സമയത്തും കൊടുക്കും. പിന്നെ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ്, അത് എല്ലാ സ്ഥാപനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്വന്തമായിട്ടുള്ള ഒരു വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റ് ഇല്ലാതെ നമ്മൾ ഒരു ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. കാരണം ഒരു കസ്റ്റമർ നമുക്ക് ലീഡ് തരുന്ന സമയത്ത് അത് നേരെ വെബ്സൈറ്റിലേക്ക് അവരെ ഡയറക്റ്റ് ചെയ്ത് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അവരെ നോക്കിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഈ വെബ്സൈറ്റ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അപ്പോൾ വളരെ ചീപ്പായിട്ട് തന്നെ ഒരു 5000-10,000 രൂപയ്ക്കൊക്കെ ഒരു ഫ്രണ്ട് പേജ് വെബ്സൈറ്റ് ഉണ്ടാക്കി നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യാം? ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ വെബ്സൈറ്റ് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ വാട്സപ്പ് ബിസിനസ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അത് എന്തിനാ ഉപയോഗിക്കുന്നത് എന്നറിയാതെ വാട്സപ്പ് ബിസിനസ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഒരു വാട്സപ്പ് ബിസിനസ്സിൽ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം എന്താ? നമ്മുടെ ഷോപ്പിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യണം.
മീൻസ് അതിലെ ലൊക്കേഷൻ, അതുപോലെ തന്നെ നമ്മൾ ഓപ്പണിംഗ് ടൈം, ക്ലോസിംഗ് ടൈം, അഡ്രസ്സ്, പിന്നെ വെബ്സൈറ്റ് അഡ്രസ്സ്, പിന്നെ നമ്മുടെ എന്താ പറയാ ഒരു എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള നമ്പർ, ഏത് നമ്പറിൽ വിളിക്കണം എന്നുള്ള കാര്യങ്ങൾ, പിന്നെ കാറ്റലോഗ്സ്, നിർബന്ധമായും ചെയ്യേണ്ട സാധനമാണ് കാറ്റലോഗ്സ്. നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ കാറ്റലോഗ് പ്രൈസ് ഇടണമെങ്കിൽ ഇടാം, ഇടണ്ടെങ്കിൽ ഇടണ്ട. ആ രീതിയിൽ കാറ്റലോഗ്സും നിങ്ങൾ ബിസിനസ് വാട്സപ്പിൽ അറ്റാച്ച് ചെയ്ത് വെക്കുക. അതുപോലെ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, പ്രൊഫൈൽ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വാട്സപ്പ് ബിസിനസ് നമ്മളുടെ ബിസിനസ്സിന് ഇംപ്രൂവ്മെന്റ് നൽകുന്നുണ്ട്. പിന്നെയാണ് ലീഡ് കളക്ഷനും CRM-ഉം. ലീഡ് കളക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ് ലീഡ് എന്നത്? ഒരാളുടെ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ എത്തുന്നതിനെയാണ് ലീഡ് എന്ന് പറയുന്നത്. ഈ ലീഡ് കളക്ഷൻ ചെയ്യാൻ നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്. ഏതൊക്കെയാണ്? മെയിൻ ആയിട്ടുള്ളത് മെറ്റയാണ്. മെറ്റയിൽ കൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലെയും ഫേസ്ബുക്കിലും വരുന്ന പരസ്യങ്ങളൊക്കെ മെറ്റ ലീഡ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ വരുന്ന പെയ്ഡ് ആയിട്ട് പണം കൊടുത്തിട്ട് അതിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് മെറ്റയിൽ നിന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ലീഡ് നമ്മളുടെ മൊബൈലിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ CRM-ലേക്ക് വരുന്നത്. അപ്പോൾ ഈ ലീഡ് കളക്ഷൻ ചെയ്യുന്നതിന് പേയ്മെന്റ് ഉണ്ട്. അതുപോലെ ലിങ്ക്ഡിനിൽ ലീഡ് കളക്ഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഗൂഗിൾ ആഡിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലീഡ് കളക്ഷൻ ചെയ്യാൻ പറ്റും. അതൊക്കെ കുറച്ചും കൂടി കോസ്റ്റ്ലി ആണ് ഗൂഗിളൊക്കെ. പക്ഷെ കുറച്ചും കൂടി ഈസി ആയിട്ടും ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതും എന്താണ്, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓരോ ബിസിനസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ചില ബിസിനസ് ലിങ്ക്ഡിനിലായിരിക്കും കൂടുതൽ ലീഡ് കളക്ഷൻ വരിക. കാരണം അത് ആ ബിസിനസിന്റെ ആ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും തന്നെയാണ്. അതായത് ഒരു 15 മുതൽ ഒരു 25-30 വയസ്സ് വരെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാം ആയിരിക്കും. അതിന് മുകളിലുള്ള ആളുകളൊക്കെ കണ്ടന്റ് റൈറ്റേഴ്സ് ആയിരിക്കും. അതായത് കൂടുതലായിട്ട് എഴുതി വിടുക, എഴുതിയത് വായിക്കുക, അങ്ങനെയുള്ള താല്പര്യമുള്ള ആളുകളൊക്കെ ഫേസ്ബുക്കുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിൽ നിന്നാണ് ഈ മെറ്റ ലീഡ്സ്, മെറ്റ എന്നുള്ള പേരിലാണ് ഇപ്പൊ അത് അറിയപ്പെടുന്നത്. അപ്പൊ മെറ്റയിൽ നിന്നാണ് പേയ്മെന്റ് കൊടുത്തിട്ട് നമ്മുടെ കമ്പനിക്കൊക്കെ എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്ത് പേയ്മെന്റ് കൊടുത്ത് നമുക്ക് അതിൽ നിന്ന് ലീഡ്സ് കളക്ട് ചെയ്യാം. അതായത് നിങ്ങൾ ഈ പരസ്യം കാണുന്ന സമയത്ത് താഴെ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ അപ്ലൈ നോ എന്നുള്ള ഓപ്ഷനോ കാണാം. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും ഈ രീതിയിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നിരിക്കുന്നതാണ്, അല്ലെ? പല ആളുകളും വന്നിരിക്കുന്നത് നമ്മുടെ അഡ്വർടൈസ്മെന്റ്, ATM അഡ്വർടൈസ്മെന്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഡ്വർടൈസ്മെന്റോ കണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നി, നിങ്ങൾ സബ്മിറ്റ് ചെയ്തു, നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നു, നമ്മുടെ സ്റ്റാഫ് നിങ്ങളെ തിരിച്ചു വിളിക്കുന്നു. ആ രീതിയിൽ നമ്മുടെ ലീഡ് കിട്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ്, നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം 170ഓളം ഗ്രൂപ്പുകൾ ഇപ്പം നമ്മുടെ കേരളത്തിൽ മാത്രമായിട്ടുണ്ട്. അപ്പൊ ആ 170ഓളം ഗ്രൂപ്പുകളിലുള്ള ആളുകൾക്കും ഈ ഒരു ലീഡ് വഴിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ CRM പല ആളുകൾ ഉപയോഗിക്കുന്നില്ല. കാരണം ലീഡ്സ് മെറ്റ വഴി കളക്ട് ചെയ്യും, അത് ഡൗൺലോഡ് ചെയ്യും, അത് ഡൗൺലോഡ് ചെയ്തിട്ട് നോർമലായിട്ട് കോൾ ചെയ്യുന്ന ആളുകളാണ് അധികവും കാണാറ്. ഈ CRM എന്ന് പറയുന്നത് കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ് ആണ്. അതായത് ഈ CRM-ഉം ഈ മെറ്റയും കൂടി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. CRM-ഉം ഗൂഗിളും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ CRM-ഉം മെറ്റയും കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരാള് ഒരു ലീഡ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് എങ്ങോട്ട് വരും, നമ്മുടെ CRM സോഫ്റ്റ്വെയറിലേക്ക് വരും. ഈ CRM സോഫ്റ്റ്വെയറിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ CRM സോഫ്റ്റ്വെയർ നമുക്ക് അത് ഏത് സ്റ്റാഫിനാണോ വിടേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് നമ്മുടെ ബാക്ക് എൻഡിലുള്ള ഏത് സ്റ്റാഫിന് വേണമെങ്കിൽ അത് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു കസ്റ്റമർ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ അയാളെ വേറൊരു കാറ്റഗറി ആക്കി മാറ്റാനും, അയാൾ 1 മാസം കൊണ്ട് പർച്ചേസ് ചെയ്യുന്ന ആളാണെങ്കിൽ അയാളെ വേറൊരു കാറ്റഗറി ആക്കി മാറ്റാനും, 10 മാസം കൊണ്ട് അയാൾ പർച്ചേസ് ചെയ്യുള്ളൂ, അടുത്ത വർഷേ പർച്ചേസ് ചെയ്യുള്ളൂന്നെങ്കിൽ അങ്ങനെ ഒരു കാറ്റഗറി ആക്കി മാറ്റാനും ഒക്കെ നമുക്ക് ഈ CRM-ലൂടെ സാധിക്കും. അപ്പൊ ഈ CRM വഴി നമുക്ക് ഒരു ബിസിനസ് ഓണറിന് പെട്ടെന്ന് തന്നെ CRM എടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ എന്തൊക്കെ ബിസിനസ് നടക്കാനുണ്ട് അടുത്ത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഓഡിറ്റ് ചെയ്ത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതാണ് ഈ CRM-ന്റെ പ്രത്യേകത. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഒരു ബിസിനസ്സിൽ നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ടേ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇല്ലാത്ത ആളുകൾ ഇന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് അതൊക്കെ ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ AI മാർക്കറ്റിംഗിലേക്കും നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ഒരുപാട് പോരായ്മകളുണ്ട്. ഇപ്പോ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ ആഡ് കൊടുത്തു, ഇൻസ്റ്റാഗ്രാം പേജിലും ആഡ് കൊടുത്തു, അത് മറ്റേതിൽ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടിലും വരും. അപ്പോൾ അങ്ങനെ വരുന്ന ലീഡുകൾ പലതും നമ്മൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, എനിക്കിവിടെ ലക്ഷത്തിലധികം ലീഡുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. അതിലൊരു 30,000 ലീഡ് നമ്മുടെ ടീം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവും. അതിൽ കൂടുതൽ അവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ ലീഡ്സ് ഇങ്ങനെ വന്ന് നിറയും.
ഈ ലീഡ്സ് വെറുതെ വരുന്നതല്ല കേട്ടോ. നമുക്ക് ഓരോ ലീഡ്സിനും 2 രൂപ അല്ലെങ്കിൽ 10 രൂപ അല്ലെങ്കിൽ 20 രൂപ അല്ലെങ്കിൽ 30 രൂപ അല്ലെങ്കിൽ 50 രൂപയൊക്കെ വിലയുണ്ട്. അത് നമ്മുടെ ആ പ്രോഡക്റ്റിന്റെ മോഡൽ അനുസരിച്ചിട്ടും ആ പ്രോഡക്റ്റിന്റെ എന്താണ് അക്സെപ്റ്റൻസ് അനുസരിച്ചിട്ടും അത് മാർക്കറ്റിൽ ആവശ്യകത ഉണ്ടല്ലോ, അത് എത്രത്തോളം ഉണ്ട് എന്നനുസരിച്ചിട്ടായിരിക്കും അതിന്റെ ഒരു എന്താ പറയാ ലീഡ്സിന്റെ എണ്ണം കൂടുക. ആ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ആ റീച്ച് കൂടുന്നതിനനുസരിച്ചും എണ്ണം കൂടുന്നതിനനുസരിച്ചും അത് നമ്മുടെ എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോ കുറഞ്ഞ ലീഡാണ് കിട്ടുന്നതെങ്കിൽ ഒരു ദിവസം നമ്മൾ 100 രൂപ അല്ലെങ്കിൽ 200 രൂപയാണ് സെറ്റ് ചെയ്തതെങ്കിൽ 4 ആഡേ വന്നുള്ളെങ്കിൽ ഒരു ലീഡിന് എന്തായി 50 രൂപയായി. അപ്പൊ ആ രീതിയിലാണ് ഇതിലെ ലീഡുകൾ വരുന്നത്. അപ്പൊ ലക്ഷക്കണക്കിന് ലീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ലക്ഷം രൂപയുടെ ലീഡ് നമുക്ക് വേസ്റ്റ് ആയി എന്നുള്ളത് നമുക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് ലീഡ് മിസ്സാവുന്നു. ഒരാൾ ഫേസ്ബുക്കിൽ നമുക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. ഒരാൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വിളിക്കുക, നമ്മുടെ സ്റ്റാഫ് ഇതൊക്കെ തീർത്ത് വന്ന് വിളിക്കുക എന്നായിരിക്കും ഒരു 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഈ സബ്മിറ്റ് ചെയ്ത ആൾക്ക് സബ്മിറ്റ് ചെയ്ത കാര്യം പോലും നിങ്ങളെ പ്രൊഡക്റ്റ് പോലും ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ ഒരുപാട് ലീഡുകൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അത് CRM ഉണ്ടായിട്ടും കാര്യമില്ല. CRM-ലും ഒരുപാട് ഇങ്ങനെ അടിഞ്ഞ് കൂടും. ആ സ്റ്റാഫ് 2 ദിവസം ലീവ് ആയി കഴിഞ്ഞാൽ അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റാണ്ടാവും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ റിവ്യൂസിന്റെ കേസ്, റിവ്യൂസ്. ഇപ്പൊ റിവ്യൂസ് വരുന്നത് മെയിൻ ആയിട്ട് ഹോട്ടൽ മേഖലയിൽ, ട്രാവൽ മേഖലയിൽ ഒക്കെ റിവ്യൂസ് എല്ലാത്തിലും വരുന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ട് നമ്മൾ റിവ്യൂ കണ്ടുവരുന്നത് ഈ ഹോട്ടൽസിന്, മൂവികൾക്ക്, മൂവി തിയേറ്ററുകൾക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് റിവ്യൂസ് ഒരുപാടുണ്ട്. ഈ റിവ്യൂസിന് മറുപടി കൊടുക്കുന്നത് കാണുന്നത് വളരെ കുറവാണ്. റിവ്യൂസ് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് പോകും. നല്ലതാണെങ്കിലും ഗുഡ് അല്ലെങ്കിൽ ബാഡ്, ഭക്ഷണം നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ മോശം, ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ റിവ്യൂസ് ഇട്ട് പോകുന്നുണ്ട്. ഇതിനെ ഒരു പ്രൊഫഷണൽ ആയിട്ട് നമ്മളത് എന്ത് ചെയ്യുന്നില്ല, അപ്രോച്ച് ചെയ്യുന്നില്ല, അതിന് മറുപടി കൊടുക്കുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ ബിസിനസ്സിന് തന്നെ റിവ്യൂസ് നിങ്ങൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തൊക്കെ റിവ്യൂസ് വന്നിട്ടുണ്ട്, അതിന് നിങ്ങൾ മറുപടി കൊടുത്തോ എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ റിവ്യൂസിന് പ്രോപ്പർ ആയിട്ട് നമ്മൾ മറുപടി കൊടുത്താൽ മാത്രമേ നമുക്ക് ബിസിനസ്സിന് ഒരു എന്തുണ്ടാവും, റെപ്യൂട്ടേഷൻ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ വെബ്സൈറ്റിൽ വരുന്ന ലീഡുകൾ, വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ ഫോം ഇട്ടിട്ടുണ്ടാവും, അതിൽ പിന്നെ ലീഡുകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് പറ്റുന്നില്ല. അതാണ് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ, കൃത്യമായിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. വാട്സപ്പ് ബിസിനസ്സിൽ വരുന്ന മറുപടികൾ, അതായത് ഒരാള് ഇപ്പം ഇന്ന് ഇൻഷുറൻസ് അടയ്ക്കാനുണ്ട്, അയാൾ ചോദിക്കുകയാണ് അന്ന് ഞാൻ ലീവാണ് അല്ലെങ്കിൽ പനി പിടിച്ച് കിടക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും യാത്രയിലാണ് അല്ലെങ്കിൽ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ്, എനിക്കിതിന് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആ ബിസിനസ് പോയോ? പോയി. അപ്പൊ ഇൻഷുറൻസ് സെഗ്മെന്റിലായാലും അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യേണ്ട, അതായത് മീൻസ് ഒരു ഫുഡ് ഡെലിവറിക്ക് ഓർഡർ തരികയാണ്, എനിക്ക് പിന്നെ 10 പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വേണം എന്ന് ഓർഡർ ചെയ്യാണ് അയാൾ. ഒരു 12 മണി അല്ലെങ്കിൽ 1 മണി ആകുന്ന സമയത്ത് ഓർഡർ ചെയ്യാണ്. ആ സമയത്ത് നമ്മൾ മൊബൈൽ ഓഫ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും വഴിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഓർഡർ പോയി, പിന്നെ അയാൾ നമ്മളെ കോൺടാക്ട് ചെയ്യില്ല, നമ്മുടെ സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ പോവുകയും ചെയ്തു. ഇതൊക്കെ നിലവിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പലർക്കും ഈ ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്തും നിങ്ങളെ സ്ഥാപനത്തിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാൻ, നമ്മൾ മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പല വികാരങ്ങളും പ്രശ്നങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ എന്താണ് ഒരു ടെൻഷനിലായിരിക്കും. അപ്പൊ ടെൻഷനിലായിരിക്കുന്ന സമയത്ത് നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരുപാട് ബിസിനസ് നമുക്ക് മിസ്സായി പോകുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നെക്സസിന്റെ ലീഡ് AI എന്നുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ അല്ലെങ്കിൽ ആപ്പിന്റെ ഒരു ജോലി എന്ന് പറയുന്നത്. അതായത് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് വർക്ക് വളരെ ഫാസ്റ്റ് ആക്കി വിടുക, ലീഡുകൾ കൃത്യമായിട്ട് റിപ്ലൈ ചെയ്യുക തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളാണ്. അതിലേക്ക് നമുക്ക് നോക്കാം. അപ്പൊ ഇയാളുടെ ഒരു വരവോട് കൂടിയാണ് നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ മേഖല മാറിയത്. ഇവിടെ മാറിയത് പലരും അറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഈ ഒരു AI എംപ്ലോയി അല്ലെങ്കിൽ AI മാർക്കറ്റിംഗ് എന്നുള്ള കാര്യം ഞാൻ പലരോടും പറഞ്ഞു. പല ആളുകളും എന്നെ വിളിച്ചു. അപ്പൊ അവരോടും പറഞ്ഞു, നമ്മൾ ഗ്രൂപ്പിലും ഇട്ടു, നമ്മള് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചു. ആർക്കും ഒരു എത്തും പിടി കിട്ടുന്നില്ല. എന്താണ് AI എംപ്ലോയി, ആൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇതിങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ളത് ഒരു സംശയമായിട്ട് നിൽക്കുകയാണ് ഭൂരിഭാഗം ആൾക്കാരും. കാരണം ആളുകളുടെ ഇടയിലേക്ക് ഇത് എത്തിത്തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതാണ് ബെസ്റ്റ് ടൈം നമുക്കത് എന്ത് ചെയ്യാൻ, ഇംപ്ലിമെന്റ് ചെയ്യാൻ. എന്ത് കാര്യങ്ങളും വരുന്ന എല്ലാവരും ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ കൊണ്ടുവന്നാലേ നമ്മളുടെ ബിസിനസ്സിനും അത് ബെനിഫിറ്റ് ആയിട്ട് മാറും. അപ്പൊ AI എംപ്ലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു ജീവനക്കാരൻ. ഈ ജീവനക്കാരന്റെ പ്രത്യേകത എന്താണ്? ഇയാൾക്ക് സാലറി ഇല്ല, ഇയാൾക്ക് എന്ത് ചെയ്യില്ല, ലീവ് ഇല്ല, അസുഖം വന്ന് ലീവ് എടുക്കുന്നില്ല. 24 hours വർഷത്തിലെ എല്ലാ ദിവസവും ഇയാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്തുകൊണ്ടിരിക്കും. ഈ AI എംപ്ലോയിനെയാണ് നമ്മൾ നെക്സസ് ലീഡ്സിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഫെസിലിറ്റീസ് എന്തെല്ലാമാണെന്നുള്ളത് നമുക്ക് കാണാം. AI അവതാർ എന്ന് നിങ്ങൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും. അതാണ് AI അവതാർ. ഇത് ഈ ഒരു ലേഡി നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ആണ്. അത് ഒറിജിനൽ അല്ല. ഈ അവളുടെ പേര് ക്ലാര എന്നാണ്. ഈ ക്ലാരയുടെ കുറെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ക്ലാര ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വർടൈസ്മെന്റ് വീഡിയോയിൽ പ്രത്യക്ഷപ്പെടും. അതുപോലെ ഞങ്ങളുടെ പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടും. അതുപോലെ ഞങ്ങളുടെ വാട്സപ്പിൽ മറുപടി കൊടുക്കും. കോള് ചെയ്താൽ മറുപടി കൊടുക്കും. ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ക്ലാര ചെയ്യുന്നുണ്ട്. ക്ലാരനെ നമുക്ക് എന്ത് ചെയ്യാം, ആനിമേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ക്ലാര വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരും, ഫോണിലൂടെ പറഞ്ഞു തരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനാണ് AI അവതാർ എന്ന് പറയുക. അപ്പോ ഞങ്ങളുടെ ബിസിനസ്സിലെ AI അവതാറിന്റെ പേര് ക്ലാര എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും ഇടാം. റാഹേൽന്നോ സുബൈദാന്നോ എന്ത് പേരിൽ വേണമെങ്കിലും, രമണിന്നോ ഏത് പേരിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു AI അവതാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ ഈ AI അവതാറിനെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതിനെപ്പോഴും ഒരേ മുഖവും ഒരേ ശരീരഭാഷയും ഒരേ രീതിയിലുള്ള സ്വഭാവവും ഒരേ രീതിയിലുള്ള ചിരി കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും റിസ്ക് ഉള്ള ഒരു പണി. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കുറെ സ്ലൈഡിൽ കാണാം, ഈ ക്ലാരയുടെ പല പോസുകൾ നിങ്ങൾക്ക് കാണാം. അപ്പം ഒരേ രീതിയിൽ നമ്മൾ ഒരാളെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. കാരണം ഇമേജ് ക്രിയേഷൻ ആയാലും വീഡിയോ ക്രിയേഷൻ ആയാലും ഈ AI നിലവിൽ മെമ്മറി എന്നുള്ളൊരു സംഭവമല്ല. അതായത് പ്രീവിയസ് ആയിട്ട് ചെയ്തത് ഇങ്ങോട്ട് പോരട്ടെ എന്ന് നമ്മൾ പറയുന്നില്ലേ, അത് ഇതിനകത്ത് AI നമുക്ക് കിട്ടില്ല. AIന്റെ ഇമേജിലോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ജനറേഷനിലോ നമുക്ക് കിട്ടില്ല. വീഡിയോ ജനറേഷനിൽ തീരെ കിട്ടില്ല. ഇമേജിൽ കുറെയൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി ChatGPTയും ജെമിനിയും ഒക്കെ സോൾവ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ തീരെ കിട്ടാത്തത് നമുക്ക് വീഡിയോയിലാണ്. അപ്പൊ വീഡിയോയിൽ ഈ ഒരു ലേഡീനെ വെച്ച് നമ്മൾ പ്രസന്റ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനാണ് നമ്മൾ പ്രോംപ്റ്റിങ് കൃത്യമായിട്ട് അറിയുക എന്ന് പറയുന്നത്. പ്രോംപ്റ്റ് ഉപയോഗിച്ചാണ് പണ്ടൊക്കെ കോഡിംഗ് ആയിരുന്നു അല്ലെ, സൈറ്റ് ഉണ്ടാക്കാനുള്ള കോഡിംഗ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഈ കോഡിംഗ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ എഞ്ചിനീയറിംഗിന് പോകുന്ന ആളുകളോട് പറയാറുണ്ട്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് പോകുന്ന ആളുകളോട് പറയാറുണ്ട്, ആ ഒരു സോഫ്റ്റ്വെയർ ക്രിയേഷൻ എന്നുള്ളൊരു സാധ്യത ഇപ്പൊ പോയി. അതായത് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക, ഡിസൈൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഏകദേശം എല്ലാം AI ഏറ്റെടുത്തു. ഇപ്പൊ ഞാൻ പറയുന്നത് ഞെട്ടിക്കുന്ന സത്യം തന്നെയാണ്, നിങ്ങൾക്കും പരിശോധിച്ചറിയാം. ഗൂഗിളിന്റെ തന്നെ AI സ്റ്റുഡിയോ ഉണ്ട്. ആ AI സ്റ്റുഡിയോയിൽ തന്നെ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് എന്ത് സോഫ്റ്റ്വെയർ ആണോ വേണ്ടത് അത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ ഒരു 3 to 4 minutes നിങ്ങൾക്ക് ആ സോഫ്റ്റ്വെയർ റെഡിയാവും. ആ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഇനി ക്ലൗഡിലേക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം, അതായത് ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങളെ ആപ്ലിക്കേഷൻ ആക്കി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുണ്ട്. അതിന്റെ ക്ലൗഡിന്റെ എമൗണ്ട് മാത്രം നിങ്ങൾ പേ ചെയ്താൽ മതി. ആ രീതിയിൽ AI ഡെവലപ്പ് ആയി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ AI അവതാർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ഒരു ബിസിനസ്സിന് നിങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണ് ഈ ക്ലാര എന്ന് പറയുന്നത്. ഞങ്ങളുടെ എംപ്ലോയി ആണ്. അതുപോലെ നിങ്ങൾക്കും ക്രിയേറ്റ് ചെയ്യാം, സാറ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം, ഏത് പേരിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു എംപ്ലോയിനെ, വെർച്വൽ എംപ്ലോയിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഫ്രണ്ട് ഫേസ് ആയിട്ട് ഈ ലേഡി ആയിരിക്കും വർക്ക് ചെയ്യുക. ഇനി ക്ലാര എന്തെല്ലാം ജോലി ചെയ്യും? ഇത് ക്ലാരന്റെ വേറൊരു ഫേഷ്യൽ എക്സ്പ്രഷൻ ആണ്. കാരണം മുഖമൊക്കെ ഒരുപോലെ ആയിരിക്കും, അതിന് ഡ്രസ്സിങ് ഒരുപോലെ ആയിരിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ള പ്രോംപ്റ്റിങ് കൃത്യമായിട്ട് കൊടുത്താലേ ഇതുപോലെ വരുള്ളൂ. അല്ലെങ്കിൽ വേറെ ഡ്രസ്സിൽ അല്ലെങ്കിൽ വേറെ രൂപത്തിൽ ആള് വരും. അപ്പോൾ ആ രീതിയിൽ പ്രോംപ്റ്റിങ് കൃത്യമായി ചെയ്തുകൊണ്ടാണ് ഈ രീതിയിൽ വന്നത്. ഇപ്പോൾ ക്ലാര നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യം വാട്സപ്പിലും ഇമെയിലിലും SMS-ഉം 24 മണിക്കൂറും ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ക്ലാരയ്ക്ക് ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു ഒഫീഷ്യൽ നമ്പർ ഉണ്ട് ക്ലാരയ്ക്ക്. ആ നമ്പർ ക്ലാരയ്ക്ക് ഉള്ളതാണ്. അപ്പോൾ ആ നമ്പറിലേക്ക് ആര് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാലും അയാളുടെ പേര് ചോദിക്കും, അതുപോലെ തന്നെ ഫോൺ നമ്പർ ചോദിക്കും, അതുപോലെ തന്നെ സ്ഥലം സിറ്റി ഏതാണെന്നുള്ളത് ചോദിക്കും. അതിനുശേഷം വളരെ ഫ്രണ്ട്ലി ആയിട്ട് അയാളോട് ഇടപെടും. അപ്പൊ അയാൾ ചോദിക്കുകയാണ് എന്തൊക്കെ ATM പാക്കേജിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കും. ഇനി കൂടുതൽ അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്യും.
ഇപ്പൊ ഇങ്ങനെ ഒരാൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ചാറ്റ് നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് ക്ലാരയുടെ ഒരു അഡ്വാൻറ്റേജ്. മീൻസ് ഈ എ എംപ്ലോയിന്റെ ഒരു അഡ്വാൻറ്റേജ്. കാരണം ഈ എ എംപ്ലോയി ഈ 3 കാര്യങ്ങളും നമ്മൾ ആദ്യം ചോദിച്ചു. ഫോൺ നമ്പർ, അതുപോലെ പേര്, അതുപോലെ സിറ്റി ചോദിച്ചു. ഈ 3 കാര്യങ്ങളും വെച്ച് ഇയാളുടെ കോണ്ടാക്ട് നമ്പർ നമ്മുടെ CRMലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ AI ഏജന്റ് സേവ് ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയുണ്ട്? അതായത് നമ്മൾ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്യാൻ മറക്കും. ഇപ്പൊ നമ്മളോട് ഒരാളാണ് ചാറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളത് സേവ് ചെയ്യാൻ മറക്കും. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ചാറ്റ് ബോട്ടിന് അല്ലെങ്കിൽ ഈ AI എംപ്ലോയിക്ക് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണ് എന്ത്, ഇത് സേവ് ചെയ്യണം എന്നുള്ളത്. അത് നമ്മുടെ CRMലേക്ക് സേവ് ചെയ്യും. അത് നമ്മുടെ CRM ഏത് സ്റ്റാഫാണോ യൂസ് ചെയ്യുന്നത് ആ സ്റ്റാഫിന് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് 10 സ്റ്റാഫ് ഉണ്ടെങ്കിൽ 10 സ്റ്റാഫിൽ ഓരോന്ന് വരുന്നതിനനുസരിച്ച് 10 എണ്ണം വീതം ഓരോരുത്തർക്ക് ഓരോന്ന് വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇനി ഒരാളില്ലെങ്കിൽ എല്ലാം കൂടി ഒരാൾക്ക് കൊടുക്കും. അതുപോലെ ഇമെയിൽ ഹാൻഡിൽ ചെയ്യും. ഇമെയിലുകൾ അയക്കുക, അതിനുള്ള റിപ്ലൈസ് കൊടുക്കുക, SMS അയക്കുക, SMS റിപ്ലൈസ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി എന്ത് ചെയ്യും, ഈ ഒരു AI ഏജന്റ് ചെയ്യും. അപ്പോ ഇതൊക്കെ ഞാൻ അത് ഫസ്റ്റിൽ കാണുന്ന സമയത്ത് വളരെ അത്ഭുതമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ കുറെ കമ്പനികളും ഈ ഒരു രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വാട്ടി ഉണ്ട്, അതുപോലെ വാട്സിം ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് വാട്സപ്പ് മാത്രമായിട്ട് ചെയ്യുന്ന കമ്പനികളുണ്ട്. സോ 24 മണിക്കൂറും ഇമെയിലും SMS ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അടുത്ത ഒരു സവിശേഷതയാണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വരുന്ന കമന്റുകൾക്ക് റിപ്ലൈ കൊടുക്കുന്നു. ഇത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ കമന്റുകൾ വരുന്നത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ആയിരിക്കും. നമ്മളൊരു പോസ്റ്റ് ഇട്ടു, അത് നല്ല കമന്റ് ഉണ്ടാവും, മോശം കമന്റുകൾ ഉണ്ടാവും. അതിപ്പോ നമ്മുടെ കേരളത്തിന്റെ ഒരു സ്റ്റൈൽ പ്രകാരം 2 വിഭാഗങ്ങളും ഉണ്ടാവും. അപ്പോ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന കമന്റുകൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ആയിട്ട് മറുപടി കൊടുക്കും. അതേ കമന്റിന് താഴെയല്ല കൊടുക്കുക, അത് ഡയറക്റ്റ് മെസ്സേജ് ആയിട്ട് അയാൾക്ക് എന്ത് ചെയ്യാണ്, നേരിട്ട് അയാളെ DM പോയിട്ട് മറുപടി കൊടുക്കും. അത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും സെയിം ആണ്. അതിന് മറുപടി ക്ലാര കൊടുത്തിരിക്കും, അല്ലെ നിങ്ങളുടെ ഏജന്റ് ഏതാണോ അവർ കൊടുത്തിരിക്കും. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും. അതേപോലെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുക. ഒരു അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് കൊടുക്കുക എന്നുള്ളത് ആർക്കൊക്കെ ആവശ്യമായിരിക്കും, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഒരു അഡ്വക്കേറ്റിന് ആവശ്യമായിരിക്കും, ഒരു ഡോക്ടർക്ക് ആവശ്യമായിരിക്കും, അതുപോലെ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയുള്ള ആളുകൾക്ക് ആവശ്യമായിരിക്കും. അങ്ങനെ അപ്പോയിന്റ്മെന്റ് വഴി വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഈ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്ന പണിയും കൂടി ആര് ചെയ്യും, ഈ ചാറ്റ് ബോട്ട് ചെയ്യും. ചാറ്റ് ബോട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചാറ്റ് ബോട്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ മാത്രമാണ്. പക്ഷെ ഇത് എല്ലാ കാര്യങ്ങളും ചെയ്യും. AI എംപ്ലോയി എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഒരാൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് നാളേക്ക് അപ്പോയിന്റ്മെന്റ് വേണം. അപ്പോൾ അയാള് നമ്മളെ ഈ ചാറ്റ് ബോട്ടിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ഈ നമ്പർ കൊടുത്തിട്ട് അതിൽ ബുക്ക് ചെയ്താൽ മതി എന്ന് പറയുന്ന സമയത്ത് ഇവർ വാട്സപ്പ് ചെയ്യുന്നു. വാട്സപ്പ് ചെയ്യുന്ന സമയത്ത് അപ്പോയിന്റ്മെന്റ് ഇപ്പൊ നാളെയാണ് അപ്പോയിന്റ്മെന്റ് വേണ്ടെങ്കിൽ, നാളത്തെ അപ്പോയിന്റ്മെന്റ് ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആര് AI എംപ്ലോയി പറയും എന്ത്, നാളേക്ക് ഫുൾ ആയിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നാളേക്ക് പറ്റില്ല, വേണമെങ്കിൽ മറ്റന്നാളത്തേക്ക് തരാമെന്ന് പറയും. അപ്പൊ അങ്ങനെ സ്കെഡ്യൂൾ ചെയ്ത് അപ്പോയിന്റ്മെന്റ് സെറ്റ് ചെയ്യും. ഈ അപ്പോയിന്റ്മെന്റ് സ്കെഡ്യൂൾ ചെയ്ത് സെറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ പ്രകാരമായിരിക്കും. അതായത് ഒരു ദിവസം ഡോക്ടർക്ക് ഇപ്പൊ സുഖമില്ല, ലീവ് ആണെന്നുണ്ടെങ്കിൽ അന്ന് അപ്പോയിന്റ്മെന്റ് വേണ്ടെങ്കിൽ ആരോട് പറയാം, നമുക്ക് ഈ ഒരു AI എംപ്ലോയിയോട് നമുക്ക് പറയാം ഇന്ന് അപ്പോയിന്റ്മെന്റ് ഇല്ല, ഞാൻ ലീവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കില്ല. അത് തന്നെ നമ്മൾ പറയുന്നത് ഇന്ന് ഡോക്ടർ ലീവാണ്, അല്ലെങ്കിൽ ഇന്ന് അഡ്വക്കേറ്റ് ലീവാണ്, ഇന്ന് അപ്പോയിന്റ്മെന്റ്സ് ഇല്ല എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്യാനും പറ്റും. അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ അയക്കാം. ഇന്നത്തെ ഇപ്പൊ ഒരു അപ്പോയിന്റ്മെന്റ് നാളേക്ക് ഞാൻ കൊടുത്തു, നാളെ എനിക്ക് ലീവാണ്, അപ്പൊ പെട്ടെന്നാണ് ലീവ് വന്നത്, അപ്പോൾ ഞാൻ അത് എന്ത് ചെയ്യാണ്, ഈ ഒരു AI എംപ്ലോയിനെ അറിയിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മെസ്സേജ് അത് തന്നെ അയച്ചോളും. അങ്ങനെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളും ഈ AI എംപ്ലോയി ചെയ്യും എന്നുള്ളത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആവശ്യമുള്ള ഒരു ഫീച്ചറാണ്. പിന്നെ റിവ്യൂ. പിന്നെ മറ്റൊരു കാര്യം, വെബ്സൈറ്റിനകത്ത് നമുക്ക് ചാറ്റ് ബോട്ടിനെ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു AI എംപ്ലോയിനെ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇത് ഫുൾ സ്ക്രീൻ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഈ ഒരു സൈഡിൽ, അതായത് വെബ്സൈറ്റിന്റെ ഒരു സൈഡിൽ, നിങ്ങൾ മൂലയ്ക്കുള്ള ഒരു സൈഡിൽ നിങ്ങൾക്കൊരു പിന്നെ എന്താണ് പറയാ, ഒരു ചാറ്റ് ബോട്ടിന്റെ ഒരു എംബ്ലം കാണാം. നമ്മുടെ പേര്, എന്റെ പേര് ഇതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നെക്സസിന്റെ സൈറ്റ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം താഴെ ഐ ആം ക്ലാര, റെഡി ടു ഹെൽപ്പ് യു എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അതുപോലെ നിങ്ങളെ വെബ്സൈറ്റിലേക്ക് ഇയാളെ കൊണ്ടിരുത്താം നമുക്ക്.
ഈ എംപ്ലോയിനെ നമുക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റിന്റെ ഫ്രണ്ട് പേജിലേക്ക് കൊണ്ടിരുത്താം. ആ ഫ്രണ്ട് പേജിൽ ഒരാൾ പുതുതായിട്ട് സൈറ്റ് വിസിറ്റ് ചെയ്യാണ്, വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാണ്, അയാൾക്ക് വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ, കോൺടാക്ട് നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നേരെ ക്ലാരനായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ക്ലാര ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും. അങ്ങനെ വെബ്സൈറ്റിൽ ഇന്റഗ്രേഷൻ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, നമ്മുടെ സൈറ്റിൽ വരുന്ന ആളുകളുടെ, വിസിറ്റ് ചെയ്യുന്ന ആളുകളുടെ ഫോൺ നമ്പറും അതുപോലെ തന്നെ സിറ്റിയും നെയിമും ഒക്കെ നമ്മുടെ ഈ ഒരു എംപ്ലോയി ശേഖരിച്ച് വെച്ച് നമ്മുടെ CRM-ലേക്ക് കൊടുക്കും. അത് നമ്മുടെ സ്റ്റാഫിന്റെ അടുത്തെത്തും, അല്ലെങ്കിൽ നമ്മുടെ അടുത്തെത്തും. നമുക്ക് അയാളെ തിരിച്ച് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇയാൾ എന്തെല്ലാം ചാറ്റ് ചെയ്തു എന്നുള്ളതും നമ്മുടെ ഡാഷ്ബോർഡിൽ കാണാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങളാണ് അയാൾ ചർച്ച ചെയ്തത്, എന്തെല്ലാം കാര്യങ്ങളാണ് ചോദിച്ചത്, പറഞ്ഞത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാര എന്താണ് മറുപടി പറഞ്ഞതെന്നൊക്കെ നമുക്ക് ഈ ഡാഷ്ബോർഡിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ റിവ്യൂവിന് റിപ്ലൈ കൊടുക്കാനും ഈ ഏജന്റിന് പറ്റും. അപ്പൊ ക്ലാര റിവ്യൂസ് എന്ത് റിവ്യൂസ് ആണെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള റിപ്ലൈസ് ക്ലാര കൊടുത്തുകൊണ്ടിരിക്കും. അതിപ്പോ ഒരു ഹോട്ടൽ സെഗ്മെന്റിലാണ് നിങ്ങൾ ഈ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ, ആ ഹോട്ടലിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ അവിടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്, അപ്പൊ ഒരാൾ ചിക്കൻ ബിരിയാണി ടേസ്റ്റ് കുറവായിരുന്നു എന്ന് പറഞ്ഞ് കമന്റ് ഇടുകയാണെങ്കിൽ, സോറി സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എന്താണ് നല്ലൊരു അപ്പോളജൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു മറുപടി അതിൽ കൊടുക്കുകയും ചെയ്യും. അയാളുടെ നമ്പറും കാര്യങ്ങളും എന്ത് ചെയ്യും, കോൺടാക്ട് നമ്പറും കാര്യങ്ങളും വാങ്ങിച്ചെടുക്കുകയും ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യാം, അയാൾക്ക് നമുക്ക് തന്നെ, നമ്മുടെ ടീമിന് തന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്ത് അയാളോടുള്ള പിന്നെ എന്താണ് ഫീഡ്ബാക്ക് ഒക്കെ എടുത്തുകൊണ്ട് ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാനും പറ്റും. അപ്പൊ അതൊരു പ്രൊഫഷണലിസം ആണ്. നമ്മുടെ ഒരു സ്ഥാപനത്തിന്റെ റിവ്യൂവിന് നമ്മൾ കൃത്യമായിട്ട് മറുപടി ഇടുന്നത് ഒരു പ്രൊഫഷണലിസം ആണ്. ഇനി അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആൻസറിങ് കാൾസ് ആണ്. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്. കാരണം ഇത് ഇന്ത്യൻ നമ്പർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ US നമ്പർ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുക. അതിനൊരു US നമ്പർ ഒക്കെ പർച്ചേസ് ചെയ്യേണ്ടതുണ്ട്. അതൊന്നും കോംപ്ലിക്കേറ്റഡ് അല്ല, അതൊക്കെ നമ്മൾ ചെയ്തു തരും. അതായത് ഏകദേശം ഒരു $2 ആണ് നമുക്കൊരു സിമ്മിന് ഒരു മാസത്തെ അടയ്ക്കേണ്ട ഒരു എമൗണ്ട്. കോളിന് വേറെയും കൊടുക്കണം. ഇന്റർനാഷണൽ കോൾ ആയിട്ടാണ് ഇത് വരിക, ആൻസറിങ് കോൾസ് എന്ന് പറയുന്നത്. അതിപ്പോ നിലവിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളില്ലേ, ചാറ്റ് ബോട്ടിൽ വരുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ വാട്സപ്പിൽ വരുന്ന കാര്യങ്ങൾ, ഇതിനൊക്കെ എല്ലാ ലാംഗ്വേജിലും മറുപടി കൊടുക്കും. ഇംഗ്ലീഷിൽ കൊടുക്കും, ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്താൽ ഇംഗ്ലീഷ് കൊടുക്കും, മലയാളത്തിൽ ടൈപ്പ് ചെയ്താൽ മലയാളത്തിൽ റിപ്ലൈ കൊടുക്കും, തമിഴിൽ ചോദിച്ചാൽ തമിഴിൽ കൊടുക്കും, ഫ്രഞ്ചിൽ ചോദിച്ചാൽ ഫ്രഞ്ചിൽ റിപ്ലൈ കൊടുക്കും. ഇനി നമ്മൾ മംഗ്ലീഷിലാണ് അടിക്കുന്നതെങ്കിൽ, നമുക്ക് അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ എളുപ്പത്തിൽ, ഇംഗ്ലീഷിൽ മലയാളം കൂടി കൂട്ടിയിട്ട് മംഗ്ലീഷിൽ അങ്ങ് അടിക്കുന്നത്, അത് മംഗ്ലീഷിൽ തന്നെ മറുപടി കൊടുക്കും. ഇതൊക്കെ ഇപ്പൊ ആക്റ്റീവ് ആണ്. പക്ഷെ കോളിംഗ് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടും അതിന്റെ AI ഒക്കെ ഡെവലപ്മെന്റ് സ്റ്റേജിലായതുകൊണ്ടും ഇപ്പൊ ഇംഗ്ലീഷിൽ മാത്രമേ മറുപടി കൊടുക്കുള്ളൂ. അത് 24/7 കോളിംഗ് ചെയ്യാനുള്ള സംവിധാനം, അതിനുള്ള മറുപടി കൃത്യമായിട്ട് ഈ ക്ലാര കൊടുക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ AI ഏജന്റ് കോൾ എടുക്കും. കോൾ എടുത്തതിന് ശേഷം എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് അറിയേണ്ടത് എന്ന് ചോദിക്കും. അയാളുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഓൾറെഡി സേവ് ആവും വിളിക്കുമ്പോൾ തന്നെ. അതേപോലെ തന്നെ അയാളുടെ പേര് ചോദിക്കും, പേര് സേവ് ആവും, അത് നിങ്ങളെ CRM-ലേക്ക് വിടും. അതിനുശേഷം എല്ലാ വിവരങ്ങളും നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ വിവരങ്ങളും അയാൾക്ക് പറഞ്ഞു കൊടുക്കും. ഇനി അയാൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും വിവരം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഒരു അഡീഷണൽ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. ഒന്നുകിൽ നമ്മുടെ നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ മാനേജറുടെ നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ അക്കൗണ്ടന്റിന്റെ നമ്പർ ആയിരിക്കും. അങ്ങനെ ഏത് നമ്പർ വേണമെങ്കിലും നമ്മൾ കൊടുക്കുക. അതിലേക്ക് എന്ത് ചെയ്യും, ഈ ഒരു AI ഏജന്റ് കോൾ ഡൈവേർട്ട് ചെയ്ത് വിടും. അപ്പൊ നമുക്ക് നമ്മുടെ ലാംഗ്വേജിൽ സംസാരിക്കാം. ഏതാണ് ലാംഗ്വേജിലാണോ വരുന്നത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാം. അപ്പൊ കോൾ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് തരുന്ന സംവിധാനം കൂടി എന്ത് ചെയ്യും, ഈ ഒരു AI ഏജന്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഗ്ലോബലി ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കാണ്, അല്ലെ? ഗ്ലോബലി ബിസിനസ്, അതായത് ഇന്റർനാഷണൽ ലെവലിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഏത് ലാംഗ്വേജിലും ഇതിനൊരു ആൻസർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ആൻസർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. കാരണം ഗ്ലോബൽ ലാംഗ്വേജ് തന്നെ ഇംഗ്ലീഷ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ ആൻസർ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്ത ഇവരുടെ പണി, അതായത് നമ്മുടെ AI ഏജന്റ് ക്ലാര ചെയ്യുന്ന പണി ലീഡ് ക്യാപ്ചർ ആണ്. മെറ്റയിൽ പോയിട്ടോ, വാട്സപ്പിൽ നിന്നോ, വെബ്സൈറ്റിൽ നിന്നോ, ഗൂഗിൾ ആഡ്സ് നിന്നോ എവിടെ പോയിട്ടും ലീഡ് കളക്ട് ചെയ്തെടുക്കും. നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്ത് കൊടുത്താൽ മതി. ഇന്റഗ്രേഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന ഓരോ ലീഡിനും ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് മെസ്സേജ് വിടും. അത് ഇമെയിൽ ആയിട്ട് വേണമെങ്കിൽ വിടാം, വാട്സപ്പ് മെസ്സേജ് ആയിട്ട് വേണമെങ്കിൽ വിടാം, SMS ആയിട്ട് വേണമെങ്കിൽ വിടാം. ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം.
അതായത് ഒരാൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടു, അയാൾ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്ത ഇൻസ്റ്റന്റ് ആയിട്ട് ടക്ക് എന്ന് പറഞ്ഞിട്ട് അയാളുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് പോകും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നെക്സസിന്റെ സബ്മിറ്റ് ചെയ്യുമ്പോൾ കിട്ടും. അതുപോലെ മറ്റ് കമ്പനികളുടെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് വരും. അതെന്താണ് ഈ പരിപാടി? ഈ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന അത് എല്ലാ കമ്പനികളും ചെയ്യുന്നത് അവരുടെ CRM സിസ്റ്റം വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ AI എംപ്ലോയി ആണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ AI എംപ്ലോയി ഇതിനൊക്കെ സജീവമാണ്. ഒരു ലീഡ് വരുന്ന സമയത്ത് ഉടനെ തന്നെ എന്ത് ചെയ്യും, അത് സ്പ്ലിറ്റ് ചെയ്ത് അതിന്റെ മൊബൈൽ നമ്പർ അതിൽ നിന്ന് വേർതിരിച്ചെടുത്ത് അതിലേക്ക് അങ്ങ് മെസ്സേജ് വിടും. ഈ മെയിൽ ID വേർതിരിച്ചെടുത്ത് അതിലേക്ക് ഇമെയിൽ വിടും. അത് ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യിപ്പിക്കാം. ഇതിനൊക്കെ ചാർജസ് ഉണ്ട്. ചാർജസ് ഇല്ലാതെ ഒന്നും ചെയ്യില്ല മെറ്റ. കാരണം മെറ്റയ്ക്ക് വാട്സപ്പ് ഇപ്പം മെറ്റയുടെയാണ്. മെറ്റയ്ക്ക് ഓരോ മെസ്സേജിനും 91 പൈസ ചാർജസ് വരുന്നുണ്ട്. അപ്പൊ അതും നിങ്ങൾ ഓർക്കണം. കാരണം ഒന്നും ഫ്രീ ആയിട്ട് കിട്ടില്ല. പക്ഷെ നമ്മുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ആവുന്നത്. ഒരാൾ ലീഡ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ അയാൾക്ക് മെസ്സേജ് പോയി കഴിഞ്ഞാൽ അയാൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യും, തിരിച്ച് കോൺടാക്ട് ചെയ്യും അല്ലെ. അത് നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഫോൺ നമ്പർ. ഇനി അയാൾ അവിടെ തന്നെ ചോദിക്കുകയാണ്, എനിക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ആര് ഇടപെടും? AI എംപ്ലോയി ഇടപെട്ട് അതിന് വേണ്ട റിപ്ലൈ കൊടുക്കും. അപ്പൊ ഇൻസ്റ്റന്റ് ആണ്, ഓട്ടോ റിപ്ലൈ ആണ് എല്ലാ കാര്യങ്ങളും. ലീഡ് അതുപോലെ തന്നെ ലീഡിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുടെ മാത്രം വേർതിരിച്ച് പൈപ്പ് ലൈൻ സെറ്റ് ചെയ്ത് എന്ത് ചെയ്യും, അതിലേക്ക് CRM വിട്ടുകൊണ്ടിരിക്കും. അപ്പൊ അത് മാത്രം എടുത്തിട്ട് നമ്മുടെ സ്റ്റാഫിനെ കോൺടാക്ട് ചെയ്താൽ വളരെ എളുപ്പമായിരിക്കും. ലീഡ് കൺവേർഷൻ റേഷ്യോ നമുക്ക് കൂട്ടാൻ പറ്റും. ഇനി പ്രീ ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോളോ അപ്സ്, ഓട്ടോമാറ്റിക് റിമൈൻഡേഴ്സും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് എന്ത് ചെയ്യാം, ലീഡ് ക്യാപ്ചറിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് ഒരാൾ പറഞ്ഞ് എന്നെ നാളെ 10 മണിക്ക് വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് സ്കെഡ്യൂൾ ചെയ്തുകൊണ്ട് നമുക്ക് വിളിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതും ഈ AI എംപ്ലോയിയുടെ ഒരു പണിയാണ്. ദെൻ CRM ആൻഡ് ലീഡ് മാനേജ്മെന്റ്. അതായത് ഇതിനകത്ത് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു CRM ഡാഷ്ബോർഡ് കിട്ടും. ഈ CRM ഡാഷ്ബോർഡിനകത്ത് നമ്മളിവിടെ പിക്ചറിൽ കണ്ട പോലെ എൻഗേജ്ഡ്, ക്വാളിഫൈഡ് അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് തരം തിരിച്ച് എന്ത് ചെയ്യാം, ഓരോ രീതിയിലേക്കും നമുക്ക് വെക്കാം. അത് ലീഡ് വരുന്ന സമയത്ത് തന്നെ അവരോട് ചാറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും AI ചെയ്തു തരും. അല്ലെങ്കിൽ ആ ഡാഷ്ബോർഡ് അതേപടി തന്നെ വരുന്ന ലീഡ് അനുസരിച്ചിട്ടും ചെയ്തു തരും. അതുപോലെ നമുക്ക് ഇതിനകത്ത് സ്റ്റാഫുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റാഫുകൾക്ക് സെപ്പറേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവർക്ക് മൊബൈൽ ആപ്പ് ഉണ്ട്. ആ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അനുവദിച്ച ലീഡ് മാത്രം, അതായത് AI എംപ്ലോയി അവർക്ക് അനുവദിച്ച ലീഡ് മാത്രം അവരുടെ ലോഗിനിൽ പോകും. ഒരു 10 പേര് വന്നു, നിങ്ങൾക്ക് 2 സ്റ്റാഫാണുള്ളതെങ്കിൽ 5 എണ്ണം ഒരാൾക്കും 5 എണ്ണം ഈക്വലി വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ റേഷ്യോ കൂട്ടിയിട്ട് ആ രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ട് അവരെ മൊബൈൽ ആപ്പിലേക്ക് എന്ത് ചെയ്യാം, ഈ ലീഡ്സ് എത്തിക്കും. അപ്പൊ ഒരു ബിസിനസിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് CRM ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഈ CRM ഡാഷ്ബോർഡ് ഇല്ലാണ്ട് ഒരു ബിസിനസ്സും അതിന്റെ ലെവലിലേക്ക് ഗ്രോ ചെയ്യില്ല ഉറപ്പായിട്ടും. കാരണം എല്ലാ കസ്റ്റമേഴ്സിന്റെയും, നമ്മളെടുത്ത് വരുന്ന കസ്റ്റമേഴ്സിന്റെ ഒക്കെ ഡാറ്റാസ് നമ്മുടെ കയ്യിൽ വേണം. എന്നിരുന്നാൽ മാത്രമേ, ഇപ്പൊ ഞാനൊരു മീറ്റിംഗ് വിളിച്ചു, നിങ്ങൾ എല്ലാവരുടെയും ഡാറ്റ എന്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഇപ്പൊ 10-70 പേര് എന്ത് ചെയ്തത്, ജോയിൻ ചെയ്തത് അല്ലെ. വളരെ എളുപ്പമാണ്. ഞാൻ ഇന്ന് വൈകുന്നേരമാണ് ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴാണ് ലിങ്ക് ഇട്ടത്. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തെന്ന് പറയുമ്പോൾ അതൊരു ബിസിനസിന്റെ ഒരു സ്ട്രെങ്ത് ആണ് എന്ത്, ഈ ലീഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ലീഡ് എപ്പോഴും നമ്മൾ മാനേജ് ചെയ്യണം. ഇന്ന് വേണ്ടാന്ന് പറഞ്ഞ ആള് ചിലപ്പോൾ നാളെ അയാൾക്ക് വേണ്ടി വരും, ഏത് പ്രൊജക്റ്റ് ആയാലും. ഇപ്പൊ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, 13 വർഷമായിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളുണ്ട്. 13 വർഷമായിട്ടുള്ള ആളെ കഴിഞ്ഞ ട്രെയിനിങ്ങിൽ വന്നിരുന്നത്. അദ്ദേഹം പറയുന്നു, ഓരോ പ്രൊജക്റ്റും ഞാൻ നോക്കൂ, എനിക്ക് പറ്റുന്നത് കിട്ടിയപ്പോൾ ഞാൻ വന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നമ്മളെ ഒരു ഒരു എന്താണ്, ഒരു ബിസിനസിന്റെ ഒരു ബേസ് ആയിട്ട് നമ്മൾ നിലനിർത്താൻ പറ്റും. അപ്പൊ CRM ലീഡ് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ഗ്ലോബൽ റീച്ച് ആണ്. നമ്മുടെ ബിസിനസ്സിന് ഏത് തലത്തിലേക്ക് വേണമെങ്കിലും ഏത് രാജ്യത്തിലേക്ക് വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റ് എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണ്, സോഫ്റ്റ്വെയർ ബിസിനസ് ആണ്. ഈ ബിസിനസ്സിനെ നമുക്ക് ഗ്ലോബലി ഏത് രാജ്യത്തേക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, വിൽക്കാൻ പറ്റും. കാരണം അതൊക്കെ AI മാനേജ് ചെയ്തോളും. അവരായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ, ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ AI ചെയ്തോളും. അത് അവരുടെ ഭാഷയിൽ ചെയ്യണമെങ്കിൽ അവരുടെ ഭാഷയിൽ ചെയ്തോളും. പിന്നെ ഫൈനൽ എൻഡിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ഗ്ലോബലി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഇത്. അത് ഏത് സ്ഥലത്തുള്ള ആളുകൾക്കും നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കുകയും ചെയ്യാം. ഏത് സ്ഥലത്തുള്ള ആളുകൾക്ക് അടുത്ത് നിന്ന് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഗ്ലോബൽ റീച്ച് നിങ്ങളുടെ ബിസിനസ്സിന് കൈവരും. ദെൻ ഇതിന്റെ കോസ്റ്റ്, റിക്വറിങ് കോസ്റ്റ് നോക്കുമ്പോൾ ഹൈ എഫിഷ്യൻസി റിട്ടേൺ, അതായത് ഒരു സ്റ്റാഫിന്റെ സാലറി നിങ്ങൾ മാറ്റി വെച്ചാൽ മതി. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സ്റ്റാഫിന്റെ സാലറി നിങ്ങൾ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഒരു AI എംപ്ലോയിനെ എടുക്കാം. ഈ AI എംപ്ലോയിക്ക് 24 hours വർക്ക് ചെയ്യാനും പറ്റും. ഒരിക്കലും റെസ്റ്റ് എടുക്കില്ല.
ആ രീതിയിൽ എംപ്ലോയി ഇങ്ങനെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കും, അതുപോലെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ രീതിയിൽ നിങ്ങൾക്കൊരു സ്റ്റാഫിനെ കൊടുക്കുന്ന ഒരു സാലറി ഉണ്ടെങ്കിൽ 24 hours വർക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ഏജന്റിനെ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരാം. ദെൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ബേസ് തന്നെയാണ്. ഒരാൾ ലീഡ് സബ്മിറ്റ് ചെയ്തു, നിങ്ങൾ ഒരു മാസം കഴിഞ്ഞ് വിളിച്ചു, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ് വിളിച്ചിട്ട് കാര്യമില്ല. ആ കസ്റ്റമർ സാറ്റിസ്ഫൈ ആണെങ്കിൽ അയാൾക്ക് സ്പോട്ടിൽ വിവരം കിട്ടേണ്ടി വരും. അയാളുടെ അടുത്ത് ചിലപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് ക്യാഷ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് അതിനുള്ള സൗകര്യം ഉണ്ടാവും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള. അപ്പൊ ആ സമയത്ത് ഏറ്റവും പെട്ടെന്ന് നമ്മൾ കോൺടാക്ട് ചെയ്യുക, സ്മാർട്ടായിട്ടും ഇൻസ്റ്റന്റ് ആയിട്ടും പേഴ്സണൽ ആയിട്ടും അയാളോട് സംസാരിക്കുക. ആ സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ കസ്റ്റമർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാനുണ്ട്. അത് നമ്മുടെ ബിസിനസ്സിനെ കുറെ ബൂസ്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങളെ സാധനത്തിന് തന്നെ ആലോചിച്ച് നോക്കുക. നിങ്ങളൊരു സാധനത്തിന് ഒരു പ്രൊഡക്റ്റിന് വേണ്ടി സബ്മിറ്റ് ചെയ്തു, കുറെ കാലം കഴിഞ്ഞിട്ടും വിളി വന്നില്ല. അപ്പൊ നിങ്ങളത് മറന്ന് വേറെ കമ്പനിയിലേക്ക് പോകും. അതേപോലെ കോമ്പറ്റീഷൻ ഉള്ളൊരു വേൾഡ് ആണ്. നിങ്ങളുടെ ബിസിനസ് മാത്രമല്ല ഇവിടെ ഉള്ളത്, ഞങ്ങളുടെ ബിസിനസ്സും മാത്രമല്ല ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റൊരു മേഖലയിലേക്ക് മാറാൻ വളരെ എളുപ്പമാണ്, മറ്റൊരു ബിസിനസ്സിലേക്ക് അവർക്ക് മാറാൻ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സ്പീഡിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്ത് കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് വളരെ മസ്റ്റാണ്. അപ്പോൾ ആദ്യ ലെവലിൽ, നിങ്ങളുടെ ബിസിനസിന്റെ ആദ്യ ലെവലിൽ കൊടുക്കേണ്ട മറുപടികളൊക്കെ ആര് കൊടുക്കും? എംപ്ലോയി കൊടുക്കും. ഇനി അതിൽ കൂടുതൽ അറിയേണ്ട കാര്യങ്ങൾ ഒരു ഹ്യൂമൺ ആയിട്ട് സംസാരിക്കണമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യേണ്ടതുള്ളൂ, ഈ ഒരു കസ്റ്റമർക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അതിന് വേണ്ട നമ്പറും ആര് കൊടുക്കും? ഈ ഒരു എംപ്ലോയി കൊടുക്കും. അതുപോലെ കോളിലാണെങ്കിൽ കോളിലും മറുപടി കൊടുക്കും. അതിൽ ഫൈനൽ ആയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യും? കണക്ട് ചെയ്യും. അപ്പൊ അതാണ് കസ്റ്റമർ നമുക്ക് വളരെ തൃപ്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ കോസ്റ്റ്, ഇതൊരു പ്ലാറ്റ്ഫോമാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള കോസ്റ്റ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതിന് പുറമേയായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ നിലവിൽ നിങ്ങൾക്ക് ഒരു മാസം 1000 വാട്സപ്പ് മെസ്സേജസ്, അതുപോലെ 2000 കോൺവെർസേഷൻസ്, ഇങ്ങനെയുള്ളത് നിങ്ങളുടെ ഒരു പാക്കേജിൽ ഇൻക്ലൂഷൻ ആയിട്ട് വരും. അതിൽ കൂടുതലായിട്ട് ഈ ബൾക്ക് വാട്സപ്പ് ഒക്കെ അയക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എമൗണ്ട് കൂടുക. അതായത് മെറ്റ ചാർജ് ചെയ്യുന്നത് 91 പൈസയാണ് ഇപ്പൊ ജൂലൈ 1 മുതൽ ഓരോരോ വാട്സപ്പ് മെസ്സേജുകൾക്കും. അത് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കോസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് മാത്രം നമ്മൾ യൂസ് ചെയ്യുക. കാരണം ബൾക്കായിട്ട് വാട്സപ്പ് മെസ്സേജുകളൊന്നും അയക്കാൻ പോകരുത്. അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 ആൾക്കോ 200 ആൾക്കോ ഒക്കെ അയക്കാം. ലക്ഷക്കണക്കിന് ആളുകൾക്ക് അയച്ചു കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് മെറ്റ ചാർജ് ചെയ്യും. സോ ഇതൊരു പ്ലാറ്റ്ഫോം ആണ്. ഈ പ്ലാറ്റ്ഫോം നമ്മൾ 3 പാക്കേജ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഒന്ന് സ്റ്റാർട്ടഡ് ആയി. ഇപ്പൊ നേരത്തെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരൊറ്റ പ്ലാറ്റ്ഫോമിലൂടെ കൊടുക്കുന്നു എന്നുള്ളതാണ് നെക്സസ് ലീഡ് ഐയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നിങ്ങൾ വാട്സപ്പിന് മാത്രമായിട്ടാണെങ്കിൽ നിങ്ങൾ വാട്സപ്പിന് മാത്രമായിട്ടുള്ള പാക്കേജസ് ഉണ്ട്. അത് മാസം $30 മുതൽ $60 വരെ വരുന്നുണ്ട്. പിന്നെ മെസ്സേജിന്റെ ചാർജസ് വേറെയും വരുന്നുണ്ട്. പിന്നെ വരുന്നത് ചാറ്റ് ബോട്ട് ആണെങ്കിൽ അത് വേറെ പാക്കേജ് ആയിട്ടാണ് വരുന്നത്. CRM വേറെ പാക്കേജ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം റിപ്ലൈ കൊടുക്കുന്ന സംവിധാനങ്ങൾ ആയിട്ടില്ല, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടില്ല. ഇതെല്ലാം കൂടി ഒരൊറ്റ പാക്കേജിലൂടെ, ഒരൊറ്റ ലോഗിനിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ നെക്സസ് ലീഡ് എഐയുടെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് സ്റ്റാർട്ടർ എ എന്ന് പറഞ്ഞാൽ ഇത് മെയിൻ ആയിട്ട് വാട്സപ്പ് മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കിട്ടുക ഈ വാട്സപ്പിലൂടെ, അതായത് ചെറുകിട ബിസിനസ്സുകാർ, മീൻസ് ഈ ഡ്രസ്സ് വിൽക്കുന്ന ആളുകളുണ്ട് ഈ വാട്സപ്പിലൂടെയൊക്കെ. അപ്പൊ അവര് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരാൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇൻവോയ്സ് കൊടുക്കാനോ അല്ലെങ്കിൽ പേയ്മെന്റ് കളക്ട് ചെയ്യാനോ അക്കൗണ്ട് നമ്പർ കൊടുക്കാനോ ഒന്നും അവർക്ക് കഴിയില്ല. അപ്പൊ ഈ 24 hours ഇവർക്ക് വേണ്ടി ഈ വാട്സപ്പ് വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും. വാട്സപ്പിലൂടെ ഈ ഒരു എംപ്ലോയി വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പൊ അത് മെയിൻ ആയിട്ട് വാട്സപ്പ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ സ്റ്റാർട്ടർ എയിൽ വരുന്നത്. പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരും. അതിന് 10,000 പെർ മന്ത് ആണ് ചാർജ് വരുന്നത്. എല്ലാ പാക്കേജുകൾക്കും മന്ത്ലി ചാർജസ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. എയിൽ നിരീക്ഷണം നടത്തുന്ന ആളുകൾക്ക് അറിയാം, എല്ലാവർക്കും മന്ത്ലി പാക്കേജസ് ആണ്. കാരണം മന്ത്ലി ആണ് ഇതിന്റെ സെറ്റിംഗ്സും കാര്യങ്ങളും ഒക്കെ വരും, പേയ്മെന്റ് സെറ്റിംഗും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ 10,000 വെച്ചിട്ട് ഓരോ മാസവും നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ 2,000 കോൺവെർസേഷൻസ് ഫ്രീ ഉണ്ടാവും, 1000 വാട്സപ്പ് ഫ്രീ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റീസും CRM ഒക്കെ സൗജന്യമായിട്ട് തന്നെ ഉപയോഗിക്കാം. അതിനുള്ള ഒരു ബണ്ടിൽ ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ് ഈ പ്രോ AI എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നതാണ് എന്റർപ്രൈസസ് AI. അതൊരു ഫ്രാഞ്ചൈസി മോഡലാണ്. ഇപ്പൊ ഇതുവരെ പറഞ്ഞത് നിങ്ങളുടെ ബിസിനസ്സിൽ ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഫ്രാഞ്ചൈസി മോഡൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രാഞ്ചൈസി ആയിട്ട് വർക്ക് ചെയ്ത് നിങ്ങൾ അണ്ടറിലേക്ക് ഒരുപാട് ബിസിനസ്സുകളെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മോഡലാണ്.
ഇതിന് മന്ത്ലി 15,000 പെർ മന്ത് ആണ് നിങ്ങൾ ഒരു ഫ്രാഞ്ചൈസി ഏജന്റ് ആവാൻ വേണ്ടി എടുക്കേണ്ടി വരും. ഇതിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ബിസിനസ്സുകൾക്ക് ലോഗിൻ കൊടുക്കാൻ പറ്റും. അൺലിമിറ്റഡ് ആയിട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മാസം ഓരോ ലോഗിനും 10,000 വെച്ച് വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. അതിൽ നിങ്ങൾക്ക് ചാർജബിൾ ആയിട്ട് വരുന്നത് 8,000 പെർ മന്ത് ആയിരിക്കും. അതായത് ഫ്രാഞ്ചൈസിക്ക് ചാർജ് ചെയ്യുന്നു. അപ്പോൾ ഫ്രാഞ്ചൈസി അത് പുറത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, അപ്സെൽ ചെയ്യാം, കൂടുതൽ റേറ്റിന് കൊടുക്കാം, കൂടുതൽ സർവീസുകൾ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ പല ആളുകൾക്കും ഈ ഫേസ്ബുക്ക് പേജ് മാനേജ് ചെയ്യാനോ ഇൻസ്റ്റാഗ്രാം പേജ് മാനേജ് ചെയ്യാനോ അറിയില്ല. അത് നിങ്ങൾ ആഡ് ഓൺ ആയിട്ട് എടുത്തിട്ട് അതിന് ഒരു 5,000 10,000 നിങ്ങൾക്ക് മാസം വാങ്ങുന്ന രീതിയിൽ അങ്ങനെ പ്ലാൻ ചെയ്യാം. ഇപ്പൊ നെക്സസിലൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ 5,000 ആണ് നമ്മളൊരു ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും മാനേജ് ചെയ്യുന്നതിന് എടുക്കുന്നത്. അതിൽ മാസത്തിൽ ഒരു മൂന്ന് ഫോട്ടോസ്, 2 വീഡിയോസ് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. അവരുടെ ലീഡ് കളക്ട് ചെയ്ത് കൊടുക്കും. ലീഡ് കളക്ട് ചെയ്യാനുള്ള പേയ്മെന്റ് അവർ അഡീഷണൽ ആയിട്ട് തരണം. അപ്പൊ അതേപോലെ ഒരു ബിസിനസ് സ്ട്രാറ്റജി നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിന് വേണ്ട ഹെൽപ്പ് നെക്സസ് ചെയ്തു തരുന്നതാണ്. അപ്പൊ ബാക്കെൻഡിൽ നമ്മൾ എപ്പോഴും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ട ഒരു ഹെൽപ്പ് ചെയ്ത്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിൽ AI ഇന്റഗ്രേഷൻ മാർക്കറ്റിംഗിൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു പാക്കേജിലേക്ക് പോവാം. അല്ല, ഇനി വാട്സപ്പ് മാത്രം മതിയെങ്കിൽ ഈ ഒരു പാക്കേജിലേക്ക് പോവാം. ഇനി അതൊരു ബിസിനസ് ആക്കി കൊണ്ടുവരണം എന്ന് ആഗ്രഹമുള്ള ആളുകൾ നിർബന്ധമായും ഫ്രാഞ്ചൈസി മോഡൽ എടുക്കുക. കാരണം ഇതൊരു നാളെയുടെ ബിസിനസ് മോഡലാണ്. ഇപ്പൊ ഫ്രാഞ്ചൈസി മോഡലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നല്ലൊരു റിക്കറിംഗ് ഇൻകം മാസം കിട്ടുന്ന ഒരു മോഡലാണ്. നിങ്ങൾക്കൊരു സപ്പോസ് ഒരു 10 കസ്റ്റമർ ഉണ്ടെങ്കിൽ 10 കസ്റ്റമറിന് നിങ്ങൾ ഈ പോർട്ടൽ കൊടുക്കുന്നത് വഴി, മീൻസ് ഈ പോർട്ടലിലെ സർവീസസ് AI ചാറ്റ് ബോട്ട് കൊടുക്കുന്നത് വഴി നിങ്ങൾക്ക് ഒരു ഇൻകം കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ അവതാരണ നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് വാങ്ങിക്കുന്ന ആളുകൾക്ക് അറിയുണ്ടാവില്ല എങ്ങനെയാണ് അവതാരണ ക്രിയേറ്റ് ചെയ്യാമെന്ന് അറിയില്ല. അപ്പൊ അവതാരണ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചു തരും. അതൊന്നും പ്രശ്നമില്ല. അതിനാണ് നമ്മൾ ഈ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ അവതാരണ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അവതാരണ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് അതിനെ കൊണ്ട് സംസാരിപ്പിച്ച് വീഡിയോ ഇടിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റും. അതിന് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ചാർജ് ചെയ്യാം. അതേപോലെ ലീഡ് കളക്ഷൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പേജ്, മെറ്റാ പേജ് ഒക്കെ തയ്യാറാക്കുന്നതിന്, മെറ്റയുടെ മാനേജറൊക്കെ തയ്യാറാക്കുന്നതിന് നിങ്ങൾക്കൊരു എമൗണ്ട് ചാർജ് ചെയ്യാം. അതേപോലെ തന്നെ വീഡിയോസ് ഇത്ര എണ്ണം, ഫോട്ടോസ് ഇത്ര എണ്ണം എന്നുള്ള കാര്യങ്ങൾ അത് ചെയ്യുക. ഗൂഗിളിന്റെ പിന്നെ ബിസിനസ് സെറ്റ് ആക്കി കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഒരു വരുമാന മാർഗം. ഇതിനൊരു ഫിക്സഡ് ഇൻകം ഒന്നും ഞാനിപ്പോ പറയുന്നില്ല. കാരണം അത് ഡിപ്പെൻസ് ഓൺ ആ കമ്പനിയാണ്. നമുക്കൊരു ഫിക്സഡ് ഇൻകം പറയാൻ പറ്റും. ഒരു ചെറിയ ബിസിനസ് ആണെങ്കിൽ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. വലിയ ബിസിനസ് ആണെങ്കിൽ വലിയ രീതിയിൽ നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ റെമ്യൂണറേഷനും ഇൻക്രീസ് ആവും. അപ്പൊ എല്ലാത്തിന്റെയും ബേസ് എന്താണ്? ഈ AI പ്ലാറ്റ്ഫോം ആണ് എല്ലാത്തിന്റെയും ബേസ്. അപ്പൊ ചില കമ്പനികൾക്ക് മാസം 1000 വാട്സപ്പ് ഒന്നും മതിയാവില്ല. അപ്പൊ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അപ്സെൽ ചെയ്യാം. 2000 മെസ്സേജും കൂടി അഡീഷണൽ കൊടുക്കാം. അതിന്റെ എമൗണ്ട് റൈറ്റ് പ്രകാരമുള്ളത് മാത്രം നെക്സസിൽ അടച്ചാൽ മതി. ബാക്കിയുള്ളത് നിങ്ങൾക്ക് അപ്സെൽ ചെയ്യാം. അത് മാനേജ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ പോർട്ടൽ നിങ്ങൾക്ക് തന്നെ മാനേജ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു AI ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ടും സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ സോഫ്റ്റ്വെയറുകളും കാര്യങ്ങളും റെഡിയാണ്. നിങ്ങളുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ക്രിയേറ്റ് ചെയ്യും. അതിനകത്ത് നിങ്ങൾക്ക് എത്ര ഏജൻസിനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇതിന് ഒരു ഓഫീസോ അതുപോലെ തന്നെ സ്റ്റാഫോ ഒന്നും ആവശ്യമില്ല. ഈ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇതിൽ ചെയ്യാം. അതേപോലെ തന്നെ പാർട്ട് ടൈം ആയിട്ട് ഇത് ഈ ഒരു ജോബായിട്ട് ചെയ്യാം. കാരണം നിങ്ങളടുത്ത് ഒരു മൊബൈലും അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പും ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എവിടെ ഇരുന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ്. അത് മാത്രമല്ല, നിങ്ങളെ ക്ലയൻസ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ആണ് നിങ്ങളുടെ റേഞ്ച്. പല ഫ്രാഞ്ചൈസി മോഡലുള്ളമാർ ഇന്ന താലൂക്കിലെ ചെയ്യാവൂ, അല്ലെങ്കിൽ ഇന്ന ഡിസ്ട്രിക്റ്റിലെ ചെയ്യാവൂ, അല്ലെങ്കിൽ ഇന്ന സ്റ്റേറ്റിലെ ചെയ്യാവൂ എന്നുള്ള റെസ്ട്രിക്ഷൻ ഈ ഒരു ബിസിനസ് മോഡലിനില്ല. ഇത് ഗ്ലോബലി നിങ്ങൾക്ക് ഏത് സ്ഥലത്തും, ഇപ്പൊ ദുബായിൽ നിങ്ങൾക്ക് ഇത് കൊടുക്കണോ, ദുബായിൽ കൊടുക്കാം. UK കൊടുക്കണോ, UK കൊടുക്കാം. ജപ്പാനിൽ കൊടുക്കണോ, ജപ്പാനിൽ കൊടുക്കാം. ഏത് സ്ഥലത്തും ഓട്ടോമേഷൻ മസ്റ്റ് ആണ്. അപ്പൊ ഈ ഓട്ടോമേഷൻ ചെയ്യാനുള്ള ആളുകളെ ആവശ്യമാണ്. അപ്പൊ ഇതൊരു പുതിയൊരു എന്താണ്, ഒരു ജോലി അവസരം തന്നെയാണ്. ഇനി വരാൻ പോകുന്ന മാർക്കറ്റിംഗ് മുഴുവൻ ഇനി നിങ്ങൾ നോക്കിക്കൊണ്ട് ഒരു 2-3 മാസം കഴിയുന്നതോടെ എല്ലാവരും ഓട്ടോമേഷൻ ആയിട്ടാവും ബിസിനസ്സിൽ. അപ്പോൾ ഇപ്പോൾ റൈറ്റ് ടൈം ആണ് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റിയത്. പിന്നെ ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒരു 15,000 പെർ മന്ത് ആണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്.
പിന്നെ നിങ്ങൾക്ക് ഒരു 1 lakhന്റെ മുകളിലൊന്നും ഏൺ ചെയ്യാൻ ഒരു പണിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഒരു കമ്പനിക്ക് ചെയ്തു കൊടുത്താൽ പോലും വലിയ കമ്പനിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 1 lakhന്റെ മുകളിൽ കിട്ടും. നിങ്ങൾ ആ മാർക്കറ്റ് ഒന്ന് ശരിക്കും പഠിച്ചാൽ മതി, അല്ലെങ്കിൽ അന്വേഷിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റിൽ ഇപ്പം വാങ്ങിക്കൊണ്ടിരിക്കുന്ന എമൗണ്ട് എത്രയാണെന്നുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. ഇനി ഫ്രീലാൻസ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അതിന്റെ നെക്സസിന്റെ ഒരു ബാക്ക് എൻഡ് സപ്പോർട്ട് എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ അഡീഷണൽ ഇൻകം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലോ അതുപോലെ തന്നെ മാനേജ്മെന്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സർവീസസ് കൊടുത്തിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏൺ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നിങ്ങളുടെ ഐഡിയൽ കസ്റ്റമേഴ്സ് ആരൊക്കെ ആയിരിക്കും? ഒരു ഫ്രാഞ്ചൈസി മോഡൽ ആണെങ്കിൽ നിങ്ങളുടെ ഐഡിയൽ കസ്റ്റമേഴ്സ് ആരൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് എന്നോട് കൊടുത്തത്. റീറ്റെയിൽ ഷോപ്പ് ഓണേഴ്സ്, അവർക്ക് നിങ്ങൾക്ക് ബേസിക് പാക്കേജ് മുതൽ എന്ത് ചെയ്യാം, സെയിൽ ചെയ്യാം. റിയൽ എസ്റ്റേറ്റ് ഏജൻസ് ബിൽഡേഴ്സ്, അവർക്ക് എപ്പോഴും അഡ്വർടൈസ്മെന്റ് വരുന്നതാണ്, പ്രോപ്പർട്ടീസ് എൻക്വയറി വരുന്നതാണ്, സൈറ്റ് വിസിറ്റിന് സ്കെഡ്യൂൾ വരുന്നതാണ്, ഫോളോ അപ്പ് വരുന്നതാണ്. ഇത് അവർക്ക് ആവശ്യമാണ്. പിന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കോച്ചിങ് സെന്റേഴ്സ്, അവർക്ക് നിർബന്ധമായും സ്റ്റുഡന്റിന്റെ എൻക്വയറിയും കോഴ്സ് ഡീറ്റെയിൽസും അഡ്മിഷൻ ഫോളോ അപ്സും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ്. പിന്നെ ഫ്രീലാൻസേഴ്സ്, കൺസൾട്ടൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിനെ സംബന്ധിച്ചോളം എയിലേക്ക് അവർക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടതാണ്. പിന്നെ ക്ലിനിക്കുകള്, ലാബുകള്. അപ്പൊ നിങ്ങൾ അതിന്റെ വർക്കിംഗ് ആലോചിച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ എന്തൊക്കെ ഇതിൽ കൂടെ ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. കാരണം ഇതൊരു യൂണിവേഴ്സൽ പ്രോഡക്റ്റ് ആണ്. ഈ പ്രോഡക്റ്റ് വേഴ്സാറ്റൈലുമാണ്. ഏത് ബിസിനസ്സിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, സ്യൂട്ടാക്കി കൊടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഒരു ബാർബർ ഷോപ്പോ സലൂണോ ഏത് റെസ്റ്റോറന്റോ ഇവന്റ് പ്ലാനേഴ്സോ ഇൻഷുറൻസ് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സോ ആർക്ക് വേണമെങ്കിലും അവരുടെ ഡീറ്റെയിൽസ് ഇതിനകത്ത് എൻ്റർ ആയി കഴിഞ്ഞാൽ അത് അവരുടെ ബിസിനസിന്റെ ഏജന്റായി മാറി. അതാണ് ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. ഇനി ഇതൊക്കെ ഒരു ഫ്രാഞ്ചൈസി മോഡലിൽ ചെയ്ത് കൊടുക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടൊരു നല്ല ധാരണ ഉണ്ടാവും, വേണ്ടേ? അപ്പം അതിന് എങ്ങനെയാണ് എഐയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ അറിയണം. വളരെ ഈസിയാണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് വൺ ടൈം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. എങ്ങനെയാണ് എഐയിൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പഠിക്കണം. അതുപോലെ തന്നെ ഡിസൈനിങ്, ബ്രാൻഡിങ് ടൂൾസ്, ഇപ്പൊ ക്യാൻവ പോലുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൽ കൂടെ തന്നെ എഐയിൽ നിങ്ങൾക്ക് പ്രസന്റേഷൻ, ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കാണുന്ന പ്രസന്റേഷൻ ഞാൻ വെറും ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. പണ്ടൊക്കെ ഇങ്ങനെ ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ 2 ദിവസം ഇരുന്ന് വർക്കൗട്ട് ചെയ്യണം. ഇത് വളരെ ഈസി ആയിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഇന്ന സബ്ജക്റ്റ് കാര്യങ്ങൾ കൊടുത്തു, അതിന് കറക്ഷൻസ് പിന്നെ എന്താണ് വേണ്ടതെന്നുള്ളത് ഞാൻ നോക്കി, അത് വേണ്ടത് കറക്റ്റ് ചെയ്തു, ആവശ്യമുള്ള ഇമേജസ് ആഡ് ചെയ്തു, ദാറ്റ്സ് ഓൾ. ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ പരിപാടി ചെയ്യും. അങ്ങനെ ഡിസൈനും ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ എങ്ങനെയാണ് ലീഡ് ജനറേഷൻ, സി ആർ എം വഴി ലീഡ് ജനറേറ്റ് ചെയ്യുന്ന, CRM-ലേക്ക് ലീഡ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്, അതിലെങ്ങനെയാണ് AI എംപ്ലോയിനെ അവതാറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്, അതുപോലെ തന്നെ ആഡ് ക്യാമ്പയിൻ ഒപ്റ്റിമൈസേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, വോയിസ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഈ ഒരു ഫ്രാഞ്ചൈസി മോഡൽ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. ഈ വർക്ക്ഷോപ്പിൽ നമ്മൾ കൃത്യമായിട്ടും പ്രാക്ടിക്കൽ ആയിട്ടുള്ള സെഷനാണ് കൊടുക്കുന്നത്. ഇനി വരുന്നത് ഈ ശനിയാഴ്ച കോഴിക്കോട് വെച്ചിട്ടാണ് ഒരു വർക്ക്ഷോപ്പ് വരുന്നത്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒന്ന് പ്രോംപ്റ്റിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഫസ്റ്റിൽ വരുന്നത്. പിന്നെ പ്രോംപ്റ്റിങ് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ജനറേഷൻ എങ്ങനെയാണ്, അവതാർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഓഡിയോ എങ്ങനെയാണ് മിക്സ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ആഫ്റ്റർനൂൺ സെഷൻ വരെ ഈ കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്. ആഫ്റ്റർനൂണിന് ശേഷം AI എംപ്ലോയി എങ്ങനെ നിങ്ങൾ ജനറേറ്റ് ചെയ്യും, AI എംപ്ലോയി വെച്ചിട്ട് എങ്ങനെ ബിസിനസ്സിനെ നിങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആഫ്റ്റർനൂൺ സെഷനിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കഴിഞ്ഞ ട്രെയിനിങ്ങിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതാണ്. അപ്പോൾ ഈ ഒരു 1 ഡേ വർക്ക്ഷോപ്പ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഈ കാര്യത്തിൽ കിട്ടും. എങ്ങനെയാണ് AI ഉപയോഗിച്ചിട്ട് വീഡിയോസ് ഉണ്ടാക്കുന്നത് എന്നുള്ളതും, ഈ ഒരു അവതാറിനെ എങ്ങനെയാണ് സംസാരിപ്പിക്കുന്നത് എന്നുള്ളതും, അതുപോലെ ഓഡിയോ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും, ഒരു മെയിൽ അയക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതും, മെയിൽ ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെ, ഇമേജസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെ, വീഡിയോ മിക്സ് ചെയ്യുന്നത് എങ്ങനെ, ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ AI-യിലുണ്ട്. ഇതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഒരു അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്രാഞ്ചൈസി എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു മീറ്റിംഗിലേക്ക് നിങ്ങൾ വരിക. ഈ മീറ്റിംഗിലേക്ക് വരണമെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ നമ്പർ ഒന്ന് വെറുതെ ഗ്രൂപ്പിൽ മറ്റേ ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടാൽ മതി. അപ്പോൾ ഞങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്തോളും. അത് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു
നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങളെ AI-ന്റെ ഒരു മാർക്കറ്റിംഗ് വിഭാഗത്തിലേക്ക് എന്തൊക്കെ വേണോ അതിനു വേണ്ട എല്ലാ പരിശീലനങ്ങളും നമ്മൾ അവിടെ തരും.